أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. صدق الله العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ക്ലാസ് റൂം ഓടിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുന്നവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ മഹത്വം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിവിശിഷ്ടമായ ശഅബാൻ 15 രാവ്, ബറാഅത്ത് രാവ് ഇന്ന് മഗ്രിബോടുകൂടെ ആരംഭിക്കുമ്പോൾ അല്ലാഹു തആല പരകോടി മനുഷ്യരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന ഇന്നത്തെ രാത്രി ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അൽ ഹശ്ർ സൂറയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഈ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒന്ന്, തസ്ബീഹിന്റെ മഹത്വം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത്, മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുദൂതരെയും സ്വഹാബത്തിനെയും വളരെയധികം പ്രയാസപ്പെടുത്തുകയും എല്ലാ സൗകര്യങ്ങളും ജീവിക്കാൻ നൽകിയിട്ടും ബനു നളീർ ഗോത്രക്കാരൻ അള്ളാഹുവിന്റെ തിരുദൂതരെയും സ്വഹാബത്തിനെയും ദ്രോഹിക്കാൻ പല ഗൂഢതന്ത്രങ്ങളും പുറത്തുള്ള ശത്രുക്കളെ കൂട്ടുപിടിച്ച്
അവർ ആസൂത്രണം ചെയ്ത ഒരു സന്ദർഭത്തിൽ അവരെ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ പുറത്താക്കി. ഈ സംബന്ധമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. എല്ലാ നിലക്കും അഭയം കൊടുത്ത് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടും അല്ലാഹുവിന്റെ തിരുദൂതർക്കെതിരെ അവർ തിരിഞ്ഞതുകൊണ്ട് അവരോട് മദീന വിട്ടു പോകാൻ പറഞ്ഞു. അവർ കോട്ടകളിൽ കയറി ഒരു നിലക്കും പോകില്ല എന്നുള്ള രൂപത്തിൽ പ്രതിരോധിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെട്ട് അവർ നിലയുറപ്പിച്ചപ്പോൾ അല്ലാഹു തആല അവരുടെ മനസ്സിലേക്ക് ഒരു ഭയം ഇട്ടുകൊടുത്ത് അവർ മദീന വിട്ടു പോകേണ്ടി വന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടകങ്ങളെയും കുതിരകളെയും ഉപയോഗിച്ച് വലിയ ഒരു പട ഈ ശത്രുക്കൾക്കെതിരെ നയിക്കാതെ തന്നെ ആ ശത്രുക്കൾക്ക് മദീന വിട്ടു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ കാര്യം അല്ലാഹു തആല ഇന്ന് നമ്മൾ ഓതി വെച്ച ഒന്നാമത്തെ ആയത്തിൽ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. وما أفاء الله على رسوله منهم. ആ ബനന്നമീർ ഗോത്രക്കാരിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് റസൂലിന്റെ മേലിൽ അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തത് فما أوجفتم عليه من خيل ولا ركاب. നിങ്ങൾ അതിന്റെ മേലിൽ, സ്വഹാബത്തിനോട് നബിതൻ അല്ലാഹു തആല പറയാം, നിങ്ങൾ അതിന്റെ മേലിൽ ഒട്ടകങ്ങളെയോ കുതിരകളെയോ ഓടിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലല്ലല്ലോ യുദ്ധം. അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഏറ്റുമുട്ടലാണ്. അന്ന് വലിയ ആയുധം കുതിരപ്പടയാളികൾ, കുതിര എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ തിരുദൂതർക്ക് അല്ലാഹു തആല കൈവരുത്തി കൊടുത്തത് ആ ശത്രുക്കളിൽ നിന്ന്, അതിന്റെ പേരിൽ നിങ്ങൾ ഒട്ടകങ്ങളെയോ കുതിരകളെയോ പായിച്ചിട്ടില്ല. ഒരു ഏറ്റുമുട്ടലിലൂടെ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മുതലിനാണ് ഗനീമത്ത് മുതൽ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റുമുട്ടൽ ഇല്ലാതെ പിടിച്ചെടുക്കുന്ന മുതലിനാണ് ഫൈത്ത് മുതൽ എന്ന് പറയുന്നത്. രണ്ടും എങ്ങനെ വിഭജിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ മദീനയിലെ ബനു നളീർ ഗോത്രക്കാര്, ആ യഹൂദി ഗോത്രക്കാര്, അവരോട് ഒരു ഏറ്റുമുട്ടൽ നടത്തിയിട്ടില്ല. കിട്ടാവുന്നതൊക്കെ വാരി പിടിച്ച് നശിപ്പിക്കാൻ കഴിയുന്നതൊക്കെ അവർ നശിപ്പിച്ചിട്ടാണ് അവർ മദീന വിട്ടു പോയത്. പിന്നെ അവർ അവശേഷിപ്പിച്ച ആ മുതൽ അത് ഫൈത്ത് മുതലാണ്. ഇനി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാന്റെ ഹിതം പോലെ അള്ളാന്റെ തിരുദൂതർ അത് ഓഹരിയോ വേറെ ആർക്കും അതിൽ ഒരു റോഡും ഇല്ലാന്ന് പഠിപ്പിക്കാം. നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒന്നും ഒരു ചെലവും വന്നിട്ടില്ല. നിങ്ങൾ ഒട്ടകത്തെ വായിച്ചിട്ടില്ല, കുതിരയെ ഓടിച്ചിട്ടില്ല. അല്ലാഹു തആല പ്രഖ്യാപിക്കാം, ولكن الله يسلط رسله على من يشاء. എങ്കിലും അല്ലാഹു തന്റെ പ്രവാചകന്മാർക്ക് അവൻ ഉദ്ദേശിച്ചതിനെ കീഴ്പ്പെടുത്തി കൊടുക്കും. അത് ഓരോ കാലഘട്ടത്തിലും അങ്ങനെ. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ മദീനയിൽ വലിയ കോട്ടകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ കോട്ടക്കകത്ത് കയറി അവർക്ക് തോന്നി, ഇല്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്കൊരു ഉൾഭയം. അതോടുകൂടി അവർക്ക് തോന്നി വേഗം ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അള്ളാന്റെ പ്രവാചകനിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അതല്ല ബദറിൽ അങ്ങനെ സംഭവിച്ചത്.
ഭൗതികമായിട്ട് വിജയിക്കാൻ ഒരു സാധ്യതയും മുസ്ലിങ്ങൾക്കില്ലായിരുന്നു. കാരണം ശത്രുക്കൾ സർവ്വമായുധ വിഭൂഷിതരായിരുന്നു. പക്ഷേ ആ സുജൂദിൽ കിടന്ന അല്ലാഹുവിന്റെ തിരുദൂതരുടെ പ്രാർത്ഥന, യാ ഹയ്യൂ യാ ഖയ്യൂം, അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ആ രണ്ട് നാമങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതർ വല്ലാതെ ചൊല്ലി. അല്ലാഹു തആല വിജയം കൊടുത്തു. ആദ്യം 3000 പിന്നെ 2000 കൂട്ടിയിട്ട് മൊത്തം 5000 മലക്കുകളെ ഇറക്കുമെന്നുള്ള സന്തോഷവാർത്ത. ഇവിടെ നോക്കൂ, അല്ലാഹു വിചാരിച്ചാൽ അത്ര നമുക്ക് വിജയമുണ്ടാക്കാനും പരാജയമുണ്ടാക്കാനും ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ എന്ന് അല്ലാഹു ഒന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന ദിവ്യ കൽപ്പന മതി ഫയകൂൻ എന്ന്. ഇവിടെയും അല്ലാഹു തആല ബോധ്യപ്പെടുത്താൻ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള ആളാണ്. ഇനി അങ്ങനെ ആ ശത്രുക്കൾ എന്ന് പിടിച്ചെടുത്ത ആ ധനം അത് ആർക്കൊക്കെ നൽകണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ നഫ്ലിൽ ഖുർആൻ ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ والمساكين وابن السبيل ما أفاء الله على رسوله من أهل القرى. ആ നാട്ടുകാരിൽ നിന്ന്, അതായത് പനിനീയ ഗോത്രക്കാരിൽ നിന്ന്, അവരിൽ നിന്ന് റസൂലിന്റെ മേലിൽ അല്ലാഹു തആല കൈവരുത്തി കൊടുത്ത ആ മുതൽ അത് അള്ളാഹുവിനിക്കുള്ളതാണ്. അതായത് അള്ളാഹുവിനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിക്ക് ഒരു വിഹിതം മാറ്റിവെക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ പരമാധികാരം അള്ളാഹുവിനിക്കാണ്. അപ്പൊ അവൻ പറഞ്ഞതുപോലെ പറയുന്നത് പോലെ അത് ഓഹരി വെച്ചു കൊടുക്കണം. റസൂലിനിക്കുമാണ്, അള്ളാഹുവിനിക്കും അവന്റെ റസൂലിനിക്കുമാണ്. വലിദിൽ ഖുർബാ, റസൂലിന്റെ കുടുംബത്തിനുമാണ്, റസൂലിന്റെ കുടുംബത്തിനുമുള്ളതാണ്. വൽയതാമാ വൽ മസാകീൻ, അനാഥകൾക്കും അതുപോലെ അഗതികൾക്കുമാണ്. ആർക്കൊക്കെയാണ് നൽകേണ്ടത്? റസൂലിനുണ്ട്, റസൂലിന്റെ കുടുംബത്തിനുണ്ട്. അതുപോലെ തന്നെ അനാഥകൾക്കുണ്ട്, പിതാക്കൾ മരിച്ച പ്രായപൂർത്തിയെത്താത്ത അനാഥകൾ അവർക്കുണ്ട്. അതുപോലെ വൽ മസാകീൻ, അഗതികൾ. അഗതികളില് കാഴ്ചയില് ധാരാളം സമ്പത്തുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന, എന്നാൽ ഒരുപാട് മിസ്കിന്മാരുണ്ട്. എല്ലാ കാലത്തും പഴയ ഗൾഫുകാരാവും ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മിസ്കിന്മാർ. അവരവരുടെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ നടത്തവും അവരുടെ ഇരുത്തവും സംസാരമൊക്കെ കണ്ടാല് നല്ല സുഭിക്ഷതയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അവരുടെ കഷ്ടപ്പാടറിയോ. മിസ്കിന്മാരായിരിക്കും, അവരെ കണ്ടറിയണം. സക്കാത്തൊക്കെ കൊടുക്കുന്ന സമയം ഏതായിരുന്നാലും അല്ലാഹു തആല ഈ യുദ്ധം മുതൽ ഖൈഉ മുതൽ അത് വിഹിരിച്ചു കൊടുക്കേണ്ടത് അല്ലാഹു തആല പറയാണ്. യതീമുകളെ പ്രത്യേകം പരിഗണിക്കണം. അതുപോലെ മിസ്കീന്മാർക്ക് നൽകണം. മിസ്കീൻ എന്ന് മാത്രം പറയുമ്പോൾ ഫഖീർ എന്തായിരുന്നാലും പോലെ ഫഖീറും മിസ്കീനും വേറിട്ട് പറയുന്ന സ്ഥലങ്ങളിൽ മിസ്കീനേക്കാൾ സാധുവായിരിക്കും ഫഖീർ. പരമദരിദ്രനായി ഒരു ദിവസം ഒരു 100 രൂപ വരുമാനം വേണ്ടിടത്ത് അയാൾക്ക് പകുതിക്ക് താഴെ ലഭിക്കുന്നുണ്ടാവുള്ളൂ. 50 അതിന് താഴെ. അവനാണ് ഫഖീർ. നേരെ മറിച്ച് ഒരു ദിവസം 100 രൂപ ചെലവുണ്ട്, ഒരു 80 അവനിക്ക് ലഭിക്കുന്നുണ്ട്, ഒരു 20 കുറവ് വരുന്നുണ്ട്. അത്തരം ഒരവസ്ഥയിൽ വരുമ്പോഴാണ് മിസ്കീനാവും. ഏതായിരുന്നാലും അല്ലാഹു തആല പറയാണ് മിസ്കീന്മാർക്കും അതുപോലെ തന്നെ അനാഥകൾക്കും അതിൽ നിന്ന് നൽകണം. വഴിയാത്രക്കാർക്കും, യാത്ര പോകുന്ന ആളുകളുണ്ടാവും. യാത്ര എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു നരകാണ്. യാത്രക്കാർക്ക് അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. യാത്രക്കാരെ പരിഗണിക്കണം. ഇതിനർത്ഥം നമ്മളിപ്പോ ഇന്ന് ഒരു യാത്രക്കാരനെ കാണുമ്പോഴേക്ക് ചാടി വീഴണം എന്നല്ല, പല തട്ടിപ്പുകളുള്ള കാലം. ഇസ്ലാമിൽ യാത്രക്കാർക്ക് വലിയ സ്ഥാനമുണ്ട്. മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്നത് പോലെ യാത്രക്കാരന്റെ ദുആക്ക് വേഗം ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് യാത്രക്കാരെ വിഷമിപ്പിക്കരുതെന്ന് പറയാൻ കാരണം. യാത്രക്കാരെ ആക്രമിച്ചാൽ അവർ മദ്ലൂമീങ്ങളാണ്, ആക്രമിക്കപ്പെട്ടവരാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും. ആക്രമിച്ച ആൾക്ക് പഠിയും. അവർക്ക് അയാൾക്ക് വലിയൊരു പാഠമല്ലാറുണ്ട്.
എന്തായിരുന്നാലും യാത്രക്കാരെ പ്രത്യേകം പരിഗണിക്കണം അവർക്കുണ്ട്. എന്തിനാണ് ഇതിനെ വിഹരിക്കണം എന്ന് പറഞ്ഞത്? സമ്പത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പന്നരിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാനാണ്. അത് യഥാർത്ഥത്തിൽ ഒരു പൊതുതത്വം. അതായത് ഇസ്ലാമിലെ സക്കാത്ത് സംവിധാനമൊക്കെ ആ ഒരു രീതിയിലാണ്. നോക്കൂ, നിങ്ങൾ 1,00,000 രൂപ ഒരാളെ കൈവശമുണ്ടെങ്കിൽ 2,500 രൂപ ഒരു കൊല്ലം പാത്ത് വെച്ചാൽ അയാൾ സക്കാത്ത് കൊടുക്കും. 1,00,000 1 കോടിക്ക് 2.5 ലക്ഷം കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ രീതിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മഹലിലെ ഒരു നാട്ടിലെ സമ്പന്നരൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ സമ്പത്തിന്റെ ആ വിഹിതം അവർ കൊടുക്കാൻ തയ്യാറായാൽ വലിയ മാറ്റം, വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു കാലത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയ ഒരവസ്ഥ വിശേഷം. ആ കൃത്യകണക്കിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യന് കൊടുക്കാൻ തോന്നില്ല, അങ്ങനെ കെട്ടിക്കൂട്ടി വെക്കുക അവസരമാണ്. അതുകൊണ്ട് ആകെ ഇടങ്ങാറാവും, പ്രയാസം. 2 തലയുള്ള പാമ്പാണ് ഖബറിൽ. ഇങ്ങനെ എത്ര ഭീകരമായ അവസ്ഥയാണ്. അനമാദു എന്ന് പറഞ്ഞ ഒരു കവി ആ ഒരു തല ഒരു പാമ്പിന്റെ ഒരു തല കൊത്ത. അനക്കൻസു എന്ന് പറഞ്ഞ അടുത്ത ഭാഗത്ത് കൊത്ത. 1-2 കൊത്തല്ല. നോക്കൂ, ഖിയാമത്ത് നാൾ വരെ അത് തുടരും. 1-ാം ഊത്തിന്റെയും 2-ാം ഊത്തിന്റെയും ഇടയിലുള്ള 40 കൊല്ലവും അത് തുടരും. പിന്നീട് മഹ്ശറയിൽ വിചാരണ കഴിഞ്ഞ് മറ്റു രൂപത്തിലുള്ള ശിക്ഷ. സൂക്ഷ്മമായി കാര്യങ്ങൾ അറിഞ്ഞാൽ സഹോദര ആരെ കൊടുക്കാതിരിക്കുക? ആലോചിച്ചു, ഭയങ്കര വയറുവേദന, സഹിക്കാൻ കഴിയാത്ത വയറുവേദന, ഒരു ഓപ്പറേഷൻ വേണം എന്ന് പറയുമ്പോൾ സഹോദര പണം ചെലവാകുമെന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കോ? ഇല്ല, കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യും. സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് നമ്മുടെ ഈ പാമ്പിന്റെ കൊത്ത് വാങ്ങാൻ തയ്യാറായി സക്കാത്ത് കൊടുക്കാതിരിക്കുക. മരിച്ചുപോയ ഒരാൾ തിരിച്ചു വരാത്തത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ആർക്ക് വേണ്ടി വരും? ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ സക്കാത്ത് സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ സമ്പത്ത് ഒരു കൂട്ടരിൽ മാത്രം അലിഞ്ഞു ചേരുന്ന അവസ്ഥ വരും. അതുണ്ടാകരുത്. 1,00,000 പാത്ത് വെച്ച് 2,500 കൊടുക്കണം. ഈ ബാക്കിയുള്ള പണം അങ്ങനെ തന്നെ ഒരാൾ പാത്ത് വെച്ചാൽ അടുത്ത കൊല്ലം വീണ്ടും അതിന്റെ 2% കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് വീണ്ടും പാത്ത് വെച്ചാൽ വീണ്ടും അതിന്റെ 2% കൊടുക്കണം. അങ്ങനെ ഒരു 595 ഗ്രാം വെള്ളിയുടെ കാശ് അതിന്റെ താഴേക്ക് വരെ കൊടുക്കണം. അതുവരെ കൊടുക്കണം. അതെന്താ? പണം കെട്ടിക്കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ ഉപകാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് നഷ്ടം വരുമോ? ഇല്ല. അല്ലാഹു തആല വലിയ വളർച്ച നൽകാം, ബാക്കിയുള്ള സമ്പത്തിൽ വർധനവ് നൽകാം, ബർക്കത്ത് നൽകാം. അള്ളാഹ് സുരക്ഷിതത്വം നൽകുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മളിപ്പോ എത്ര കെട്ടിപ്പൂട്ടി വെച്ചാലും അത് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഇറക്കാൻ അള്ളാഹ്ക്ക് വേഗമുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ നോക്കുന്നത് എത്ര കോടികളുടെ വില നമ്മുടെ ശരീരത്തിന് ഇവിടെ കിഡ്നിക്കുണ്ടെങ്കിലും പറ്റിയാലും അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ എത്ര ആലോചിച്ചു. നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഒരു പ്രശ്ന സംഗതികൾ ആലോചിച്ച് നോക്കൂ സഹോദര. അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ എത്ര ചെലവ്, എത്ര ലക്ഷങ്ങൾ. നമ്മൾ ഉണ്ടാക്കി വെച്ചതൊന്നും മതിയാകാതെ നാട്ടുകാർ പിരിവെടുക്കേണ്ട ഒരവസ്ഥ, പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ കണ്ണിന്റെ വില, നമ്മുടെ കാതിന്റെ വില, ഓരോന്നും ചിന്തിക്കും. അപ്പൊ എത്ര കോടികളുടെ നമ്മൾ കണക്കൂട്ടാൻ കഴിയും. എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊക്കെ ഇറങ്ങും. നമ്മൾ ഈ കൊടുക്കുന്നത് കൊണ്ട് കുറച്ചിറപ്പ് നമ്മളങ്ങനെ കാത്താൽ എന്തൊരു അഭിമാനം. അള്ളാഹു മാറ്റോട്ട് കാക്കുമാറാവും. അപ്പൊ അള്ളാഹു പറയണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പന്നർക്കിടയിൽ ആ പണം കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ ഈ പറയപ്പെട്ടവർക്കൊക്കെ നൽകണം. ഇനി ഈ വിഷയത്തിൽ ആരും തർക്കിക്കാൻ പാടില്ല. അത് പറയാൻ കാരണം കാര്യങ്ങൾ മദീനയിൽ ചില മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ഇന്നല്ലാതെ എന്തൊരു നല്ല കാര്യം നടക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകും. ഗനീമത്ത് മുതലൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് ഇവർ വെറുതെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. മുനാഫിക്കുകളാണ് ഈ കളി കളിക്കുക.
അപ്പൊ ഇവിടെ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ തിരുദൂതർ എന്താണോ പറയുന്നത് അതാണ് കേൾക്കുക. കാരണം സ്വന്തം നിലക്കൊന്നും പറയില്ല. നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ, യുദ്ധകളത്തിൽ പോലും ശത്രുക്കളുടെ മരങ്ങൾ വെട്ടരുത് എന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. പക്ഷേ ബനീ നളീർ ഗോത്രക്കാരെ അവരെ കൊണ്ടു നടക്കാൻ വേണ്ടി ഏതാനും ഈന്തപ്പനകൾ വെട്ടാൻ പറഞ്ഞു. അപ്പൊ ചിലർക്കൊരു സംശയം, അതെങ്ങനെ പാടുണ്ടോ? അപ്പൊ അള്ളാഹ് പറഞ്ഞെന്താ, നിങ്ങൾ വെട്ടിയതും വെട്ടാതെ മുരടോടുകൂടെ നിർത്തിയതും റസൂൽ കൽപ്പിച്ചത് കൊണ്ടാണ്. നിങ്ങളെ പറഞ്ഞത് ചെയ്താൽ മതി, അത് അള്ളാന്റെ അനുമതി പ്രകാരമാണ്. കാരണം റസൂൽ ചെയ്യുന്നത് പറയുന്നത് ഒക്കെ എല്ലാം അള്ളാഹുവിലാണ്. അത് ഒന്നുകൂടി അള്ളാഹു ഉറപ്പിക്കണം. നോക്കൂ, റസൂല് നിങ്ങൾക്ക് നൽകിയവനെ നിങ്ങൾ സ്വീകരിച്ചോളൂ, പിടിച്ചോളൂ. റസൂല് വിലക്കിയതിനെ നിങ്ങൾ വിടഞ്ഞോളൂ. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എന്ത് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞാലും നിങ്ങൾ സ്വീകരിച്ചു, ധൈര്യമായിട്ട് സ്വീകരിച്ചു. റസൂൽ ചെയ്യരുത്, പിന്നവിടെ സംശയിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. പിന്നെ അവിടെ ക്ലോസ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല, ഇല്ല. കാരണം എല്ലാം നിലക്കും പെർഫെക്റ്റ് ആണ് അള്ളാഹുവിന്റെ തിരുദൂതർ. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അമ്പിയാ മുർസലുകൾ മാസൂമികളാണ്, കുറ്റം ചെയ്യാത്തവരാണ്. എന്താ കാരണം? സാധാരണഗതിയിൽ ഒരാളെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്നതൊക്കെ നീ ചെയ്തോ, അയാള് ചെയ്യണ്ടെന്ന് പറയുന്നത് നീ ചെയ്യരുതെന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുന്റെ തിരുദൂതരെ പറ്റി അള്ളാഹു പറയുന്ന അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. ഖുർആനിൽ അള്ളാഹു തആല വേറെ ആയത്തിൽ പറയുന്നുണ്ട്, وما أرسلنا من رسول إلا ليطاع بإذن الله. തന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു ദൂതനെയും അള്ളാഹു അയച്ചിട്ടില്ല. അള്ളാഹു പറയുന്ന അയച്ചിട്ടില്ല. അപ്പൊ ഏത് പ്രവാചകനെ അള്ളാഹു അയച്ചാലും അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. അപ്പൊ അള്ളാഹു അയച്ച ഏത് പ്രവാചകന്മാരെയും അനുസരിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ്. അവർ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവ അനുസരിക്കണം. അത് അവർക്ക് അള്ളാഹു ഇസ്മത്തിനുള്ള പട്ടം കൊടുത്തതുകൊണ്ട്. വീണ്ടും അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. തീർച്ചയായും അള്ളാഹു തആല മാരകമായി ശിക്ഷിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ. അവൻ കാരുണ്യവാനാണ്. മനുഷ്യന്മാർ ഇത്രമാത്രം നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹു തആല പൊറുക്കുന്നവനാണ്. ഇന്ന് രാത്രിക്ക് ഏതാ ദിവസം? ഇന്ന് മഗ്രിബോടുകൂടെ വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ ബറാഅത്ത് രാവും ഒന്നായിട്ട് വരാം. റബ്ബ് കാരുണ്യവാനായതുകൊണ്ടാണ് നമുക്കിങ്ങനെ രാത്രി കണ്ടത്. ഒരു വിരുന്നുകാരനെ പോലെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന പ്രധാനപ്പെട്ട രാത്രിയാണ് ശഅബാൻ 15ന്റെ രാവ്. സാമൂഹികമായിട്ട് ലൈലത്തുൽ ബറാഅ എന്ന പേരിൽ, ലൈലത്തുൽ റഹ്മ എന്ന പേരിൽ, ലൈലത്തുൽ മുബാറക എന്ന പേരിലും അതുപോലെ ലൈലത്തുൽ സദ്, ഇങ്ങനെ 4 പേരുകളിൽ അറിയപ്പെടുന്ന വിശിഷ്ടമായ രാവാണ്. എന്തിനാ ഞാൻ പറയുന്നറിയോ? ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന് പറയുമ്പോൾ അള്ളാഹു വലിയ ക്രൂരനാണ് എന്ന് തോന്നിപ്പോ. നല്ല സഹോദര, അതീവ ദയാലുവാണ്. എന്തുകൊണ്ട്? പരലോക മനുഷ്യരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ ചില പ്രത്യേക സംവിധാനങ്ങൾ വെച്ചു. അങ്ങനെ ഒരു രാത്രിയായി. എല്ലാ രാത്രികളും ഒരുപോലല്ല. ഇന്നത്തെ രാത്രി അതിൽപ്പെട്ടതാണ്. സഹോദര, അങ്ങനെ ചില രാത്രികളുണ്ട്. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്, ലൈലത്തുൽ ബറാഅ ശഅബാനിലാണ്, ഇസ്രാ മിഅ്റാജിന്റെ രാവ് പ്രധാനപ്പെട്ട രാത്രിയാണ്. അത് റജബുൽ ഖൈർ. ഇനി ബലിപെരുന്നാളിന്റെ രാവും അതുപോലെ ചെറിയ പെരുന്നാളിന്റെ രാവും വരുന്നുണ്ട്. ദുൽഹിജ്ജയിലും അതുപോലെ തന്നെ ശവ്വാലിലും ഒക്കെ വർഷത്തിൽ കടന്നു വരുന്നതാണ്. വെള്ളിയാഴ്ച രാവ് വാരത്തിൽ കടന്നു വരുന്നതാണ്. തിങ്കളാഴ്ച രാവ്. അതൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനും മഹത്വം നൽകുന്ന രാവുകളാണ്. അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച രാവും ബറാഅത്ത് രാവും ഒന്നായിട്ട് വന്ന അപൂർവമായ ഒരു സംഗമമാണ് ഇന്ന് മഗ്രിബോട് കൂടെ വരുന്നത്. നമ്മൾ മുതലാക്കണം. വിശുദ്ധ ഖുർആനിൽ ഹാമീം കൊണ്ട് തുടങ്ങുന്ന 7 സൂറത്തുകളാണ്. നരകത്തിന്റെ 7 വാതിലുകളുടെ എണ്ണം അനുസരിച്ചാണ്. നരകത്തിലെ 7 വാതിലുകൾ, ഹാമീം സൂറത്തുകളും 7. അതിൽ ഒരു സൂറത്താണ് ഏത്? 7. ഖുർആന്റെ ആദ്യ പകുതി കഴിഞ്ഞ് 7 ഹാമീം സൂറത്തുകളും വടിക്കുവടിയാണ് വരുന്നത്. ആ സൂറത്ത് പതിവാക്കി ഓതുന്നവര് അവർക്ക് 7 ഹാമീം സൂറത്തുകൾ നാളെ റെക്കമെൻഡ് ചെയ്യും. നരകത്തിന്റെ 7 വാതിലുകൾ വെച്ച് രക്ഷപ്പെടുന്നുണ്ട്. അതിൽ ഒരു സൂറത്താണ് ഖുർആൻ. അതിലാണ് അല്ലാഹു തആല ഇന്ന് വരാൻ പോകുന്ന ഈ രാവിനെ പറ്റി പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين حميم കൊണ്ട് ഖുർആൻ കൊണ്ട് സത്യം ചെയ്തു പറയും വൽകിതാബിൽ മബീൻ സ്പഷ്ടമായ ഗ്രന്ഥത്തെ തന്നെ സത്യം എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക വിശുദ്ധ ഖുർആൻ അനുഗ്രഹീത രാത്രിയിൽ നാം ഇറക്കി ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അനുഗ്രഹീത രാത്രിയിലാണ് നാം ഇറക്കിയത് ചില ആളുകൾ ഇബാദത്ത് ചെയ്യാൻ മടിയുള്ള ചില ആളുകൾ ഇത്തരം നല്ല ദിവസങ്ങളുടെ മഹത്വങ്ങൾ ചെറുതാക്കി കാണിക്കാറുണ്ട് അത് ചെയ്യരുത് അവനാണ് സൗകര്യങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നവരുടെ അവസരങ്ങൾ എന്തിനു നടക്കണം ഈ രാവ് വളരെ മഹത്വമുള്ളതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക വിശുദ്ധ ഖുർആനിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ നാം ഇറക്കി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഈ വ്യാഖ്യ ആ ലൈലത്തുൽ മുബാറക ലൈലത്തുൽ ബറാഅയാണ് ശഅബാൻ 15 രാവാണ് ഇബ്രാഹിം പറയുന്ന ആരാ ഇക്രിമ റളിയല്ലാഹു വിശുദ്ധ ഖുർആനിനെ ആധികാരികമായി വിശദീകരിച്ച രണ്ട് മഹാന്മാരാണ് ഒന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇക്രിമ റളിയല്ലാഹു അൻഹു അതിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് ഇമാമുകൾ പറയാം പ്രൊഫസറുകൾ പറയാം ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന്റെ ഉദ്ദേശം അത് ലൈലത്തുൽ ബറാഅയാണ് ചില ആളുകളുടെ വിചാരം ഇത് തർക്കണ്ടതാണ് തർക്കം ഏത് വിഷയത്തിലാണ് ദുഖാൻ സൂറത്തിൽ പറയുന്ന ലൈലത്തുൽ മുബാറക കൊണ്ട് ഉദ്ദേശം ലൈലത്തുൽ ഖദറാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ല ലൈലത്തുൽ ബറാഅയാണ് എന്നാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇവരുടെ തർക്കം എന്താ ദുഖാൻ സൂറത്തിലെ ലൈലത്തുൽ മുബാറക ഏതാണെന്ന് തർക്കം എന്തല്ല ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ടോ അതല്ലെങ്കിൽ ശഅബാൻ 15 രാവിന് മഹത്വമുണ്ടോ എന്നതല്ല തർക്കം ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ട് എന്നതിൽ ഈ രണ്ട് മഹാന്മാരും അതിൽ തർക്കമില്ല ഇതേപോലെ ശഅബാൻ 15 രാവിന് മഹത്വമുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ ഇവരുടെ തർക്കമില്ല ദുഖാൻ സൂറത്തിൽ പറയുന്ന ആ ലൈലത്തുൽ മുബാറക ഏതാണെന്നാണ് സൂറത്ത് ദുഖാനിനെ മാറ്റി വെച്ചാലും ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ട് എന്നതിന് വേറെ രേഖയുണ്ട് ബറാഅത്തിന് മഹത്വമുണ്ട് എന്നതിന് അതിന് വേറെ രേഖയുണ്ട് ഇതിനെ മർമ്മം അറിയാതെ ചില ആളുകൾ ഇടപെടാറുണ്ട് സഹോദരാ ചിന്തിക്കണം അല്ലമ ആലൂസി റഹിമഹുള്ളവരെ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ ദൂതർ ഒരു ബറാഅത്തിന്റെ രാവിൽ ശഅബാൻ 15 രാവിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത് പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ റസൂൽ ഇറങ്ങിപ്പോയി ആയിഷ റളിയല്ലാഹു അൻഹ ഈ വിവരം അറിഞ്ഞില്ല ആയിഷ റളിയല്ലാഹു അൻഹ എത്തി ഉണർന്നപ്പോൾ റസൂലിനെ കാണാനില്ല ആയിഷ റളിയല്ലാഹു അൻഹ തെറ്റിദ്ധരിച്ചു റസൂൽ വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ സമീപത്തേക്ക് പോയതാണോ ആയിഷ റളിയല്ലാഹു അൻഹ വേഗത്തിൽ പുറത്തിറങ്ങി അർദ്ധരാത്രി നല്ല നിലാവുള്ള രാത്രി റസൂൽ ഏത് വീട്ടിലാണെന്ന് അറിയണമെന്ന് കരുതി ഇറങ്ങിയതാണ് നമ്മളിപ്പോ രാത്രി പുറത്തിറങ്ങിയ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുക ആകെ അങ്ങനെ നോക്കിയതാ ആയിഷ റളിയല്ലാഹു അൻഹ ജന്നത്തുൽ ബഖീൽ മദീനയിലെ ഖബർസ്ഥാനിൽ അല്ലാഹുവിന്റെ ദൂതർ ദുആ ചെയ്യുന്നതാണ് കണ്ടത് ആകെ സങ്കടമായി ആയിഷ വീട്ടിൽ തിരിച്ചു പോന്നു റസൂൽ വന്നിട്ട് ചോദിച്ചു ആയിഷ അല്ലാഹുവ അവന്റെ റസൂൽ എന്നെ വഞ്ചിച്ചു എന്ന് കരുതിയോ ആയിഷ പറഞ്ഞു നബിയെ ഞാൻ തെറ്റിദ്ധരിച്ചു അതായത് നിങ്ങൾ മറ്റു ഭാര്യമാരുടെ സമീപത്തേക്ക് പോയതാണ് റസൂൽ പറഞ്ഞ എന്താ ആയിഷ ഇന്നത്തെ രാത്രി അല്ലാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നത് ശഅബാൻ 15 രാവാണ് കൽബുകാരുടെ ആടുകളുടെ ശരീരത്തിലെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് ആളുകളുടെ പാപം പുറത്തു കൊടുക്കുന്ന രാവാണിത് അള്ളാഹ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് പോലെ എന്ന് വെക്കരുത് അള്ളാഹിന്റെ കാര്യങ്ങളും ചില അധികാരങ്ങളും മറ്റും വരുന്നതാണ് കൽബുകാരുടെ ആടുകൾ എന്ന് പറഞ്ഞത് ധാരാളിത്തം അറിയിക്കാൻ വേണ്ടിയാണ് നല്ല ആടുകളെ വളർത്തുന്നവരായിരുന്നു ആ ഗോത്രക്കാര് ഒരാടിന്റെ ശരീരത്തിൽ 10,000 രോമങ്ങൾ അപ്പൊ മൊത്തം 10,000 ആടുകളുടെ ശരീരത്തിൽ കോടിക്കണക്കിന് രോമങ്ങൾ സഹോദര പരകോടി മനുഷ്യരുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു രാവാണ് ആ രാത്രി അറിയിക്കാനാണ് ഈ കൽബുഗോത്രക്കാരില്ല ആടുകളും ഇല്ലെന്ന് സങ്കല്പിക്കാം എന്നാൽ
കൽബഗോത്രക്കാരും ആളുകളും ഇല്ലാന്ന് സങ്കല്പിക്കാം. എന്നാലും ഓരോ ശഅബാൻ 15-നും അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച അടിമകളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞ വലിയൊരു ആനുകൂല്യത്തിന്റെ രാവാണ് ഇന്നത്തെ രാവ്. നമ്മൾ കണക്കിലെടുക്കും, വളരെയധികം നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ ഒരു ചിന്തയും അങ്ങനെയൊക്കെ ഒരു വികാരമൊക്കെ ഉണ്ടാവുമ്പോഴാണ് അല്ലാഹു തആല യഥാർത്ഥത്തിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരിക. വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞ സുപ്രധാനമായ ഒരു സംഗതിയാണത്. നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. യാസീൻ സൂറത്ത് ഖുർആന്റെ ഹൃദയ, ഒരു യാസീൻ ഓതിയാൽ 21 സത്തം ഓതിയതുപോലെയാണ്. യാസീൻ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. യാസീന്റെ മുന്നിൽ തീരാത്തൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഹദീസിലുള്ളത്. യാസീൻ ഓതി ദ്വാരന ഉടനെ ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് പൂർവീകരായ ആളുകളൊക്കെ ദുഹാൻ ഈ ബറാഅത്ത് രാവിലെ യാസീൻ ഓതി ദുഹാൻ സൂറത്ത് ആയുസ്സിൽ വർക്കത്തിൽ ലഭിക്കാനും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും നമ്മുടെ അന്ത്യം, നമ്മുടെ കലാശം, നമ്മുടെ ആത്മീയത്തിൽ നല്ല രൂപത്തിലാകാനും അല്ലാഹുവോട് ദുആ ചെയ്യും. ഇന്നതിന്റെ ടൈം ചോദ്യം യാസീൻ ഓതുമ്പോഴോ പൊതുവെ ആളുകളുടെ ധാരണ യാസീൻ ഓതുന്ന സമയത്ത് തജ്വീദിന്റെ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നുള്ളൊരു ധാരണ. അടിയന്തരത്തിലൊക്കെ യാസീൻ ഓതുന്നുണ്ട്. ഈ ഫാത്തിഹയാണ് കേൾക്കുന്നത്, വൈലേക്ക് തീർച്ചാവുന്നുണ്ട്. ഭയങ്കര സ്പീഡ്. നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ തീരെ ശ്രദ്ധിക്കുക. ഒരു നീട്ടാനുള്ള മറ്റ് നീട്ടാത്തത് കൊണ്ടാണ് നീട്ടാത്ത ആളെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് പിടിച്ചുകൊണ്ടായിരുന്നു. ഇതെന്താ പറഞ്ഞത്? ജിബ്രീൽ എന്ന മലക്ക് നീട്ടിയിട്ടാൻ പോയിട്ട് അങ്ങനെ ഓതണം. വളരെ ഗുരുതരമായ പ്രശ്നമാണ് തെറ്റിക്കാന്ന് പറഞ്ഞാൽ. യാസീന് മാത്രം അത് വേണ്ട, യാസീൻ ഒരു ദ്വാരക്കല്ലേ എന്ന് പറഞ്ഞ പേടിയാണ് എനിക്ക്. എന്താ കാരണം എന്നറിയാം? അടിച്ച് വിടും. തീരെ ശ്രദ്ധിക്കും. സഹോദരാ ശ്രദ്ധിക്കണം. ഇന്നൊക്കെ ഉണ്ടാവും അടുക്കളയിൽ വെച്ച് സ്ത്രീകൾക്കൊക്കെ ഒരു യാസീനത് 3 യാസീനോട് വരും. പക്ഷെ പണിയങ്ങ് നടത്തുന്ന ആ കൂട്ടത്തിൽ അതേ രൂപത്തിൽ നിന്ന് യാസീൻ ഭയങ്കര സ്പീഡിൽ പോകും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ കാരണം? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഓരോ വസ്തുക്കൾക്കും ഓരോ ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ഹൃദയത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഖുർആൻ എപ്പോ ഓതുമ്പോഴും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ചാരാതെ ഇരിക്കണം. അതാണ് അതത്. കഴിയുന്നുണ്ടെങ്കിൽ ചാരാതെ ഇരിക്കണം. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ചാരം, ആരോഗ്യം ഉണ്ടെങ്കിൽ ചാരം. ഇത് 28 വയസ്സായ ആളും ഒരു 85 കഴിഞ്ഞ ആളെ പോലെ ഇരിക്കും. അങ്ങനെ എല്ലാവരും ഒരൽപ്പം സുഗന്ധം ഉപയോഗിച്ച് ശാന്തമായി, അതിന്റെ ഇടയിൽ വേറെ പണികളൊന്നും ഉണ്ടാകരുത്. മൊബൈലിലേക്ക് ഒരു കോള് വന്നു, അല്ലെങ്കിൽ ഒരാൾ വിളിച്ചാൽ ഓതുന്ന ആയത്ത് പൂർത്തീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടി മുറിക്കരുത്. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ സഹോദരങ്ങളിൽ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ, ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ അത് സഫലീകരിക്കപ്പെടണമെങ്കിൽ അതിന് നിബന്ധന പാലിക്കണം. അപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് ഓതുമ്പോൾ ശ്രദ്ധിക്കണം, 3 യാസീൻ ഓതി കഴിഞ്ഞാൽ മനസ്സിനൊരു സംതൃപ്തി വേണം. ശരിക്കും ഓതിയിട്ടുണ്ട്, ഒരു കാട്ടിക്കൂട്ടലാകും ആർക്കെങ്കിലും വേണ്ടിയിട്ട്. അങ്ങനെ ആവരുത്. കൊണ്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഓത്. അങ്ങനെ ആവരുത്. ശാന്തമായി സാവകാശം അങ്ങനെ വേണ്ടത്. തർക്കീലാക്കി നിർത്തിയോളാം. സാവകാശം സത്തക്കോതും പറഞ്ഞാൽ തന്നെ ഓളം. നമുക്ക് പിന്നെ പറയുന്ന സമയമല്ല. ആയുസ്സിൽ ബർക്കത്ത് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഒരു യാസീൻ ഓതുക. കാരണം നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് വേണം. നാളെ റബ്ബ് ഇങ്ങനെ ചോദിക്കും. ഖുർആൻ പറയുന്നു, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും നദീർ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, നാളെ മഹ്ശറിൽ വെച്ച് ചോദിക്കും, അല്ലാഹു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇതുകൊണ്ട് ആയുഷ്കാലം നൽകിയിട്ടില്ലായിരുന്നോ? മുന്നറിയിപ്പുകാര് നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ? ആയുസ് വെറുതെ ആവരുത്. ബർക്കത്തുള്ള ജീവിതം. സഹോദര, ഭക്ഷണത്തിന് വിശാലത കിട്ടാനാണ്. മക്കളോട് പറഞ്ഞു, ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ യാസീനോടാണ്. കുട്ടികളെന്താ ചിന്തിക്കുക? അതൊന്നും ഇല്ലെങ്കിലും ഭക്ഷണം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. വലിയ ഒരു ചാക്ക് സുരേഷ് അരി, ബസുമതി, ഇത് എവിടെ കുട്ടികളെ കാലുമ തട്ടി തരാം. എന്ത് ചോദിച്ചാലും എത്തിച്ചു കൊടുക്കുന്ന വാപ്പാക്ക് നല്ല ശമ്പളം, ഗൾഫിൽ നല്ല പണം വരുന്നുണ്ട്. ഉമ്മ യാസീനോടാൻ പറഞ്ഞാല് ഓന്റെ മനസ്സിലാകാൻ എന്താ ഭക്ഷണത്തിന് കുറവ്. പട്ടിണി ഇന്നത്തെ മക്കൾ അറിഞ്ഞിട്ടില്ല.
സഹോദര, നൈജീരിയക്കാരോട് പറഞ്ഞാൽ, സോമാലിയക്കാരോട് പറഞ്ഞാൽ, മ്യാൻമറിയുടെ സഹോദരങ്ങളോട് പറഞ്ഞാൽ, സിറിയയുടെ പല ഭാഗത്തും യമനിന്റെ പല ഭാഗത്തും ഭക്ഷണത്തിന് വിശാലത കിട്ടാൻ യാസീനോദൻ പറഞ്ഞാൽ അവർ ഓതും. കാരണം അവരുടെ പട്ടിണിയുടെ വില അറിഞ്ഞിരിക്കാം. നമ്മുടെ ആളുകൾക്ക് അധികവും അതറിയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ അല്ലാത്ത കഴിയും. ഒന്നും വേണ്ട, പ്രധാനമന്ത്രി ഇന്ന് രാത്രി 2000-ന്റെ ഒറ്റോട്ടും 500-ന്റെ ആ നോട്ടും അത് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വിവരറിയും. യാസീൻ ശരിക്കോളും നേരം വെളുക്കുന്നതിന് മുമ്പ്. ഒരൊറ്റ ബോധം കൂടായാൽ മതി സഹോദര സകലം നഷ്ടപ്പെടാൻ. ഗുജറാത്തിലൊക്കെ എത്ര കമ്പനികളാണ്, എത്ര മില്ലുകളാണ്, എത്ര കോടീശ്വരന്മാരാണ്. കോടികളുടെ ആസ്തിയുള്ളവർ ശീതീകരിച്ച റൂമിൽ അടുക്കള പോലും ശീതീകരിച്ച വീടുകൾ സുഖമായിട്ട് കടമുറങ്ങി ഭൂകമ്പമുണ്ടായി ഒക്കെ നശിച്ചു. മണിക്കൂറുകൾക്ക് കോടീശ്വരന്മാരാണ്. ഇപ്പൊ ഒരു റൊട്ടിന്റെ ബാക്കിന് വരുന്നുണ്ട്. ഉള്ളൂ അള്ളാഹു വിചാരിച്ചാൽ. ഭക്ഷണത്തിന് വിശാലത പട്ടിണി ഭയങ്കര പ്രശ്നം. ഹോട്ടലുകളുടെ പിൻഭാഗത്ത് സഹോദര വലിയ സമ്പന്നർ ഭക്ഷിച്ച് ബാക്കി വലിച്ചെറിഞ്ഞത് നായയുടെ കൂടെ വലിച്ചെടുത്ത് തിന്നുന്ന കാഴ്ച നടക്കുന്നുണ്ട്. പ്രയാസപ്പെടുന്ന അനേകായിരം ആളുകൾ. അത്തരമൊരു അവസ്ഥ വരാതിരിക്കാൻ ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ കണക്കാക്കിയത് ഔദ്യോഗികമായി തന്റെ ലിസ്റ്റ് കൈമാറല് അത് ദൈവത്തിൽ കണ്ടില്ല. ഷൈബാൻ 15 രാവിലെ പറ്റിയുള്ള പറഞ്ഞത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഖുർആനിൽ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ബലവത്തായ സകല കാര്യങ്ങളും വേർതിരിച്ചേൽപ്പിക്കുന്ന രാവാണത്. ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവും. അത് ഔദ്യോഗികമായിട്ട് കൈമാറി ദൗലത്തിൽ കതറില്ല. ചില സംഗതികളൊക്കെ ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആൻ മലക്കുകൾ പകർത്തി എഴുതിയത് ഷഅബാൻ 15 രാവിലെ. അത് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയത് അത് ലൈലത്തുൽ ഖദറില്ല. വിഷയത്തിലെവിടെയും വൈരുദ്ധ്യങ്ങളില്ല. എന്തായിരുന്നാലും സഹോദര, 2ാമത്തെ യാസീനിന് 3ാമത്തെ യാസീൻ നമ്മൾ ഓതുന്ന സമയത്ത് അന്ത്യം നന്നാകണം. നമ്മുടെ ജീവിതം മുഴുവനും നന്നാകണം. പക്ഷെ അന്ത്യവും നന്നായിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിക്കണം. റസൂലുള്ളാഹിന്റെ അരികോടൊപ്പം വന്ന് പറഞ്ഞ നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഖിബത്ത് നന്നായി. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പിതൃവിന്റെ നെഞ്ച് പൊളിച്ചിട്ട് കരള് പുറത്തെടുത്തിട്ട് കടിച്ചിട്ട് തുപ്പിയ പെണ്ണാണത്. ജീവിതം മോശമായിരുന്നു. ആഖിബത്ത്. അതേസമയം നോക്കി നിങ്ങൾ മുസ്ലിമായി ജനിച്ച് നിങ്ങളെ തന്നെ ജീവിച്ച് ആഖിബത്ത് മോശമായാലോ? ഇബ്രാഹിം സൂറത്തിൽ അല്ലാഹു കലിമത്തുൻ തയ്യിബയെ പറ്റി പറയുന്നു. കലിമത്തുൻ തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് കലിമത്തുൻ തയ്യിബ. കലിമത്തുൽ ഹഖാണ്. അത് സത്യവചനമാണ്. കലിമത്തുൽ തൗഹീദാണ്. അത് അല്ലാഹു ഏകനാണെന്ന് സിദ്ധാന്തിക്കുന്ന വചനമാണ്. അത് കലിമത്തുൽ ഉലിയയാണ്. അത് ഉന്നത വചനമാണ്. അത് കലിമത്തുൽ നജാത്താണ്. മോക്ഷത്തിന്റെ വചനമാണ്. അത് കലിമത്തുൽ തഖ്വയാണ്. അത് ഭക്തിയുടെ വചനമാണ്. അത് കലിമത്തുൽ ഇഖ്ലാസാണ്. നിഷ്കളങ്കതയുടെ വചനമാണ്. അതിലാകണം നമ്മുടെ കലാശം. നമ്മൾ ആദ്യം കേട്ടത് ബാങ്ക്, 2ാമത് കേട്ടത് ഇഖാമത്ത്. ഈ ബാങ്കും ഇഖാമത്തും അവസാനിക്കുന്നത് ഈ കലിമത്തുൽ തയ്യിബയിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാവിയില്ല കുട്ടിയുടെ അവസാനവും അതിലാകണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി അല്ലാഹുവോട് ദുആ ചെയ്യണം. എന്നും ദ്വാരക്കണം. ഇന്ന് പ്രത്യേകം ദ്വാരക്കണം. റഹ്മത്തിന്റെ രാത്രിയാണ് സഹോദര. റഹ്മത്തിന്റെ രാത്രിയാണത്. മുത്തുനബി ആയിഷ ബീവിയെ പഠിപ്പിച്ചില്ലേ, 1ാം ആകാശത്തിലേക്ക് റബ്ബിന്റെ പല കാര്യങ്ങളും ഇറങ്ങി വരുന്നത്. നേരെ കാണുന്ന ആകാശം 1ാം ആകാശം. സമയത്ത് മുതലാക്കണം. ഒരു ഓഫറുകളുടെ ടൈമാണ്. വർഷത്തിലൊരിക്കൽ മാത്രം വരും. എന്തായിരുന്നാലും അല്ലാഹു ദയാലുവാണ്. ഞാൻ ആ നിർത്തുകയാണ്. എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാതെ തെറ്റുകൾ മനുഷ്യന്റെ വരും. പക്ഷെ ആ തെറ്റുകൾ തിരുത്താതെ, തൗബ ചെയ്യാതെ, ഇസ്തിഗ്ഫാർ ചെയ്യാതെ അങ്ങനെ നിലകൊണ്ട ആളുകൾ അതിശക്തമായി അല്ലാഹു ശിക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നു. വീണ്ടും അല്ലാഹു പറയുന്നു, ആർക്കൊക്കെയാണ് ഈ സമ്പത്ത് വീണ്ടും കൊടുക്കേണ്ടത്? അല്ലാഹു കുറച്ച് ആളുകളെ എണ്ണി പറഞ്ഞു. മുതൽ അള്ളാഹ്ക്കാണ്, റസൂലിനാണ്, റസൂലിന്റെ കുടുംബത്തിനാണ്, യതീമിനാണ്, അതുപോലെ തന്നെ അഗതികൾക്കാണ്, വഴിയാത്രക്കാർക്കാണ്. ഇങ്ങനെ കുറെ ആളുകളെ എണ്ണി പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, المهاجرين الذين أخرجوا من ديارهم. അല്ലാഹു തുറന്നു പറയുന്നു,
ലിൽഫുഖറാഇ ഫഖീറുമാർക്കും ദരിദ്രർക്കുമാണത്. ഏതാണ് ഈ ഫഖീറുമാർ? ഏത് ദരിദ്രർ? അൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ മുഹാജിറുകളായ പാവങ്ങൾക്കുമാകുന്നു. അല്ലാഹു പറയുന്നു മുഹാജിറുകളായ പാവങ്ങൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തവർ, ഹിജ്റ വന്നവർ, ജന്മനാട് വിട്ട് യാത്ര പോയവരാണ് സഹോദര. ആദ്യം ഹബശയിലേക്കും പിന്നെ മദീനയിലേക്കും. അവരൊക്കെ ദീൻ എത്രമാത്രം ചെയ്തു, എത്രമാത്രം. എല്ലാ കാലത്തും അങ്ങനെ ത്യാഗം സഹിക്കുന്നവരുണ്ട്. ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ എല്ലാ കാലത്തും. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന 19 വയസ്സുകാരി നേരത്തെ ഗുജറാത്തിൽ കലാപമുണ്ടായപ്പോൾ സഹിച്ച ത്യാഗങ്ങൾ സുമയ്യ സഹിച്ചതുപോലെ. സുമയ്യ റളിയല്ലാഹു തആല അൻഹ, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, സയ്യിദുനാ ഉമ്മർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹ എത്ര ത്യാഗം സഹിച്ചു. 19 വയസ്സുകാരി തന്റെ കുട്ടിയെ കാല് പിടിച്ചിട്ട് തല കല്ലിലടിച്ചിട്ട് ഭീകരമായ രൂപത്തിൽ കൊന്നപ്പോഴും ഈ കണ്ണ് ഉറച്ചു നിന്നില്ലേ അള്ളാന്റെ ദീനിൽ. അള്ളാന്റെ സഹായം ഉണ്ടായി. ഇന്നും ആ കണ്ണ് ജീവിച്ചിരിക്കുന്നു. കൂട്ടമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട് തലക്കടിച്ച് മരിച്ചു എന്ന് കരുതി പോയതാശയം. ഇന്നും ആ കണ്ണ് ജീവിക്കുന്നു. ലോകത്തിന്റെ പരഭാഗത്ത് ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ. എന്നാൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിപ്പൊളിച്ച് ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിൽ കുത്തിയെടുത്തിട്ട് ഇതേ ഗുജറാത്ത്. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്നും പ്രധാനമന്ത്രി. മുത്തലാഖ് കാരണം മുസ്ലിം സ്ത്രീകൾ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ശരി വരുന്നു. ഇവരൊക്കെ ചെയ്തു കൂട്ടിയത് ഇപ്പോൾ ചിലതൊക്കെ സംസാരിക്കുന്നു. സഹോദര, ഞാൻ പറഞ്ഞു വരുന്നത് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ജന്മനാട്ടിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആദർശ സംരക്ഷണത്തിന് വേണ്ടി അവർ ഒളിച്ചോടിയതല്ല, ആദർശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാലുവെപ്പായിരുന്നു സഹോദര. ഇതിനാന്ന് പറഞ്ഞാൽ ഒളിച്ചോട്ടാന്ന് കരുതരുത്. എന്തിനു ഒളിച്ചോടണം? ഈമാൻ മറച്ചു വെച്ചിട്ട് അവർക്ക് അവിടെ ജീവിക്കാമായിരുന്നു. അവർക്ക് വീടും പറമ്പുമാണ് അവർ ഉദ്ദേശിച്ചത് എങ്കിൽ സഹോദരൻ മക്കയിൽ ജീവിക്കാം. ഈമാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ പോരെ. അവരത് ചെയ്തില്ല, തുറന്നു പറഞ്ഞു. ആ ആദർശത്തിന്റെ സംരക്ഷണത്തിന് എല്ലാം ത്യജിക്കാൻ അവർ തയ്യാറായി. അതുകൊണ്ട് അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകി. നമ്മളൊക്കെ അവരവിടെ നമുക്ക് എന്ത് ത്യാഗം. നമ്മൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അത് ഇസ്ലാമിൽ തീവ്രമായൊരു നിലപാടില്ല, നമ്മൾ നേരത്തെ വിശദീകരിച്ചു. എന്നാൽ അതേസമയം ഗത്യന്തരമില്ലാതെ പോയി സഹോദര. അവരൊക്കെ പാവങ്ങളായി. എല്ലാ കാലം ഒന്നുമില്ല, വെറും കൈയോടുകൂടെ പോവുക. പിന്നെ മുതലൊക്കെ ശത്രുക്കൾ ഉപയോഗിക്കും. അല്ലാഹു പറയുന്നു, ആ ഫൈഅ മുതൽ ഓഹരി വെക്കുമ്പോൾ ആർക്കും കൊടുക്കണമെങ്കിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വഭവനങ്ങളിൽ നിന്ന് സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഹിജ്റ പോയ ആ പാവപ്പെട്ട മുഹാജിറുകൾക്കും അവരെ സമ്പത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ സമ്പത്തൊക്കെയുള്ള ഒരുപാട് സഹായിമാരുണ്ടായിരുന്നു. പക്ഷെ ജന്മനാട് ഉയരേണ്ട അവസ്ഥ വന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവരെന്തിനാ പോയത്? പേരെടുക്കാനാണോ? ഒരു യോദ്ധാവാണ്, ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ചവനാണെന്ന് ആരോഗ്യം അറിയിക്കാനല്ല അള്ളാഹുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും അത് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പോയത്. വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴല്ല ഒരു പേരെടുക്കല് അല്ല. അവർ ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹുവിനുള്ള കീരി മാത്രം. അള്ളാഹുവിനെയും റസൂലിനെയും സഹായിച്ചവരാണ് അവർ. അള്ളാഹു കുടുങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല, അള്ളാന്റെ ദീനിനെ സഹായിച്ചാൽ അള്ളാഹിനെ സഹായിച്ചു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. അള്ളാഹു തുറന്നു പറയുന്നത് അവരാണ് സ്വാദിഖീങ്ങൾ. അവർ സ്വാദിഖീങ്ങളാണ് എന്ന് അള്ളാഹു തആല പറയുന്നു. ആ പറഞ്ഞ ഉദ്ദേശം എന്താണ്? അള്ളാഹു തആല പറയാണ് അവർ സത്യവാന്മാരാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞത് അങ്ങനെയുള്ള സത്യവാന്മാരോട് അവരോട് പക്ഷം ചേരാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. സത്യവാന്മാരോട് പക്ഷം ചേരാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തിലൂടെ ഈ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ
അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോട് പക്ഷം ചേർന്നോളൂ. ഇത് കൂട്ടി വായിച്ചപ്പോൾ തൗബ സൂറത്തിലെ ഈ ആയത്തും അൽ ഹശ്ർ സൂറയിലെ ഈ ആയത്തിനോട് ചേർത്തി വായിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല അഹ്സാബ് സൂറത്തിൽ പറഞ്ഞില്ലേ, വസ്സാദിഖീന വസ്സാദിഖാത്ത്, 10 കാര്യങ്ങൾ എണ്ണി പറയുന്നത്. അതിൽ ഒന്ന് അല്ലാഹു പറയുന്നത് വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധ പുലർത്തിയ ആണുങ്ങളും പെണ്ണുങ്ങളും സത്യവാന്മാരായ സ്ത്രീ പുരുഷന്മാർ, അവരെ പറ്റി അവസാനം പറയുന്നത് അല്ലാഹു പറയുന്നത് അഅതല്ലാഹു ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്. 10 കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഒന്ന് എണ്ണിയതാണ് സത്യവാന്മാരാകണം. അല്ലാഹു തആല മുഹമ്മദ് സൂറത്തിലൂടെ പറയുന്നുണ്ട്, ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. നോക്കൂ, നിങ്ങൾ സ്വാദിഖീങ്ങളായി കഴിഞ്ഞാൽ അതാണ് അവർക്ക് ഉത്തമമായത്. സ്വഹാബത്തിനെ പറ്റി, മുഹാജിറുകളെ പറ്റി പ്രത്യേകം അല്ലാഹു തആല പറയാനുണ്ട്. ഈ ആയത്തിൽ പറയാണ്, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ സ്വാദിഖീങ്ങളാണ്. അല്ലാഹു തആല തൗബ സൂറത്തിൽ പറയുന്നതോ നിങ്ങൾ സ്വാദിഖീങ്ങളോട് കൂടെ പക്ഷം ചേർന്നോളൂ. അത് മാത്രമല്ല, ഇവിടെ അല്ലാഹു ഇവരെ പറ്റി പറഞ്ഞത് യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാണ്, അവർ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നു. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബിമാരെ പറ്റി ഖുർആൻ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله പ്രഖ്യാപിക്കുന്നു, മുൻകാലങ്ങളായ മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ, സ്വഹാബിമാർ, അവരുടെ സ്ഥാനം നോക്കാൻ നല്ല രൂപത്തിൽ അവരെ അനുഗമിച്ചവരാരോ അവർ അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്താൽ മതി? സ്വഹാബത്തിനെ നമ്മൾ പരിപൂർണമായിട്ട് അംഗീകരിച്ചാൽ, ഓരോരുത്തരെ പിടിച്ചാൽ വല്ലാത്തൊരു ജീവിതം. മഹാപ്രകാശത്തെ കണ്ട് ആ റസൂലിനോട് കൂടെ ജീവിച്ച അവര് യഥാർത്ഥത്തിൽ സഹോദര ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ പറ്റി അല്ലാഹു പറയാൻ അവർ സ്വാദിഖീങ്ങളാണ്, അവർ സത്യവാന്മാരാണ്. അതിനാൽ പറയുന്നുണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓരോ വകുപ്പിലെ നേതാക്കന്മാരുണ്ട്. അമ്പിയാക്കളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ, സിദ്ദീഖീങ്ങളുടെ നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതീഖാണ്, അവരുടെ സ്ഥാനപ്പേരും കിട്ടിയിട്ടുണ്ട് സിദ്ദീഖ്. രണ്ടാമത്തെ നേതാവാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എല്ലാ കാലത്തും സിദ്ദീഖീങ്ങൾ. ഹംസ റളിയല്ലാഹു അൻഹു ശുഹദാക്കളുടെ നേതാവാണ്, സഹോദര പരലോകത്തങ്ങനെ. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പ്രഭാഷകന്മാരുടെ നേതാവായിരിക്കും. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉജ്ജ്വലമായി പ്രസംഗിച്ച ആളാണ് അദ്ദേഹം. എല്ലാ പ്രഭാഷകന്മാരും വരുന്ന കരുതരുത്, ജീവിതത്തിൽ പകർത്താത്തവരാണ് അടിയാളുകളും. പറയാന്ന് പറഞ്ഞാൽ ആർക്ക് എത്രയും പറയും, കണക്കിന് പറയും, ഒരു ഔൺസ് പോലും ജീവിതത്തിലുണ്ടാവില്ല. അതുകൊണ്ട് പരിവർത്തനം ഒക്കെ ആസ്വാദനം മാത്രമായിട്ട് പറയും. സഹോദര മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുകാർക്ക്, നല്ല കവികൾക്ക്, നല്ല പോകാത്ത നേതാവായി കയറുന്നു. ഇങ്ങനെ ഓരോന്നിനും നേതാക്കന്മാരും. ഇവിടെ സ്വാദിഖീങ്ങൾക്കൊരു നേതാവുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവരെ നമ്മൾ പക്ഷേ അവരെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എല്ലാ വിഷയവും, ഓരോ വിഷയവും. വീണ്ടും അല്ലാഹു പറയുന്നു, ഇനി ആർക്കാണ്? ഇപ്പോ മുഹാജിറുകൾക്ക് കൊടുക്കണം. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ സഹായിച്ചവരാണ്, മുഹാജിറുകൾ ഹിജറ വന്നവരാണ്. അപ്പൊ ഇങ്ങനെ കേട്ടാൽ തോന്നിപ്പോ അൻസാറുകളൊക്കെ അവർ ഉള്ളവരാണ് തോന്നിപ്പോകരുത്. അതുകൊണ്ടാണ് അല്ലാഹു തുറന്ന് പറയുന്നത്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
അതാ ഖുർആനിലെ ഓരോ ആയത്തുകൾ. വല്ലദീന തബവ്വഉ الدار വീടുകൾ ഒരുക്കി വെച്ച ആ അൻസാറുകൾക്കും കൊടുക്കണം. മുഹാജിറുകൾക്ക് മാത്രം പോരാ, ഈ ഫൈവ് മുതൽ ആർക്കും കൊടുക്കണം. മദീനയിൽ അൻസാറ്, മദീനയിലാണ് ഉള്ളത്, അൻസാറുകൾക്കും കൊടുക്കണം. അൻസാറുകൾ ആരാ? അവർ വീടുകൾ ഒരുക്കി വെച്ചവരാണ്. വല്ലീമാന സത്യവിശ്വാസം സ്വീകരിച്ചവരുമാണ് അവർ. അവരെയും മുഹാജിറുകൾ അങ്ങോട്ട് വരുന്നതിനുണ്ട്. നമുക്ക് വലിയൊരു മാതൃക. അതായത് മക്കയിൽ നിന്ന് സത്യവിശ്വാസികൾ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മദീനയിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്നറിഞ്ഞപ്പോ അൻസാറുകൾ എന്താ ചെയ്ത? നിങ്ങൾ ഇതെല്ലാം നിലയ്ക്ക് ഒരുങ്ങി മുഹാജിറുകളെ സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് അൻസാറുകൾ എന്ന് പേര് വന്നത്. സഹായം അവരാ സത്യവിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം നോക്കണം. അവരെന്ത് ചെയ്തു? സ്വന്തം വീട് ആണ് ഒഴിഞ്ഞു കൊടുത്തത്. സ്വന്തം വീട് ഒഴിഞ്ഞു കൊടുത്തു. ലോകത്തിന് മാതൃകയാണ്. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ടല്ലോ. അറബ് രാജ്യങ്ങളെക്കാൾ അറബ് രാജ്യങ്ങളില്ലാത്ത രാജ്യങ്ങളെ സ്വീകരിക്കുന്നു. എന്നാൽ അഭയാർത്ഥികളോട് കൊടും ക്രൂരത കാണിക്കുന്നവരും അവർക്കൊക്കെ കാലം മറുപടി നൽകും. പച്ചപ്പാവങ്ങൾ, പട്ടിണിപ്പാവങ്ങൾ, നല്ല നല്ല പാരമ്പര്യമുള്ള നാടിൽ നിന്ന്, യമനിൽ നിന്നൊക്കെയാണ് ആളുകൾ പലായനം ചെയ്യുന്നത്. ഈമാൻ യമാനിയും പഴയ ഷാമാണ് സിറിയ. മുന്നിലുന്നതാ 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു. ചെറിയ കുട്ടികളാണ്, ഗർഭിണികളാണ്, വൃദ്ധന്മാരടക്കം. അവർക്ക് ബുദ്ധിമുട്ട് നോക്കും. അവരൊക്കെ സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ അവരോട് കൊടും ക്രൂരത കാണിക്കുന്നവരുണ്ട്. അൻസാറുകൾ വലിയ പാഠമായിരുന്നു. അൻസാറുകൾ വലിയ പാഠമായിരുന്നു. സ്വന്തം വീട് ഒരുക്കി കൊടുത്തു. അവർ സ്വന്തം വീടാണ് ഒരുക്കി കൊടുത്തു. ഇന്നിപ്പോ ഒരു വീടിന്റെ മുകളിലേക്ക് തെങ്ങ് പോകുന്ന സമയം വീണാകെ തകർന്നു. എന്നല്ല ആ വീട്ടുകാരെ, സമീപത്തുള്ള വീട്ടുകാർ ഒരു പക്ഷേ തൽക്കാലം ആ വീടൊന്ന് നന്നാക്കുന്നത് വരെ, താമസിപ്പിക്കാൻ വരെ ഇന്ന് മടിയായി. ഇങ്ങോട്ട് വരാതിരിക്കട്ടെ, ഇങ്ങോട്ട് വരാതിരിക്കട്ടെ, ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. പിന്നെയും കുറെയൊക്കെ ശ്രദ്ധയുള്ളത് മുന്നിലാണ്. കാരണം ഇതൊക്കെ പരലോകത്തിന് കൂലി ആഗ്രഹിച്ചു. നാട്ടിലൊക്കെ ആർക്കെങ്കിലും ഒരു പ്രയാസം എന്ന ആളുകളാണ്. എന്തോ ഒരു സജീവമാണ്. എല്ലാ മതസ്ഥരിലും അത് കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ പേരെടുക്കാനുള്ള ലക്ഷോദരത്തിന് കൂടി എടുക്കുന്നില്ല. സഹോദരായി ഇവിടെ പറ്റി അല്ലാഹു പറയാണ്, മുഹാജിറുകൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വന്തം ഭവനങ്ങൾ അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തവർ. അങ്ങനെയുള്ള അൻസാറുകൾക്കും അങ്ങനെയുള്ള ആ സഹായികൾക്കും ആ മതിലില് അവർക്കുണ്ട് ഒരു വിഹിതമുണ്ട്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ വന്നവരെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവരിലേക്ക് ഹിജ്റ വന്നവരെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, അവരുടെ ഹൃദയത്തില് അസൂയ എന്ന ഒന്നും ഉണ്ടായില്ല. നോക്കൂ, മുഹാജിറുകൾക്ക് അള്ളാഹു റസൂൽ ഇങ്ങനെ ഈ വിഹിതമൊക്കെ കൊടുക്കുമ്പോ അത് കാരണത്താല് അവരുടെ മനസ്സിൽ വലിയ അസൂയമൊന്നും ഇല്ല. വല്ലാതെ സ്നേഹിച്ചു. അവിടെ അടിവരടനായിരുന്നു. മുഹാജിറുകൾക്ക് അള്ളാന്റെ പേര് പ്രത്യേകം കൊടുത്തപ്പോ അൻസാറുടെ മനസ്സിൽ വലിയ അസൂയുണ്ടായ. ഞങ്ങളുള്ളതൊക്കെ ഈ മുഹാജിറുകളെ സഹായിച്ചു, എന്നിട്ടിപ്പോ ഇപ്പോഴും ഓർക്ക് എല്ലാം കൊടുക്കുന്നു. ഒരു അസൂയുണ്ടായില്ല എന്നാണ് അത് അള്ള പറയുന്നത്. തൊട്ട് തീണ്ടിയില്ല. അവർക്ക് നൽകുന്നതിൽ, മുഹാജിറുകൾക്ക് നൽകുന്നതിൽ അൻസാറുടെ മനസ്സിൽ അസൂയ വന്നില്ല. അവർ ആ അൻസാറുകൾ അവരെ സ്വന്തത്തെക്കാൾ മുഹാജിറുകളെ തെരഞ്ഞെടുത്തു. അവർക്ക് ആവശ്യമുണ്ടായിട്ട്. നോക്കൂ, അൻസാറുകൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്നിട്ടും അത് മാറ്റി വെച്ചിട്ട് മുഹാജിറുകൾ അത്രയും ഇടങ്ങാറായി വന്ന സത്യവിശ്വാസികളാ അവർക്ക് കൊടുത്തു. എന്താ കാരണം നിങ്ങൾ ആക്രാന്തമില്ലാത്തതാണ്. അത് അവസാനം പറയുന്നത് മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാകുന്ന വിജയികള്. ഇവിടെ ഒരുപാട് ഹദീസുകൾ യഥാർത്ഥത്തിൽ ഇതിന്റെ വിശദീകരണത്തിലുണ്ട്. നമ്മളൊന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അതായത് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ആ സ്നേഹം, മൊത്തത്തിൽ സ്വഹാബത്ത് തമ്മിലുള്ള സ്നേഹം ഖുർആൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ്
والذين معه أشداء على الكفار رحماء بينهم. അള്ളാഹു പറയുന്നത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബിയോട് കൂടെയുള്ള സ്വഹാബത്ത് അവർ അന്യോന്യം അതീവ ദയാലുക്കളായിരുന്നു. അങ്ങനെ വേണ്ടത്. വെള്ളിയാഴ്ച സഹോദരൻ ഒരു പാവപ്പെട്ട ആൾക്കെന്നെങ്കിൽ ഒരു പിരിവ് നടക്കുമ്പോൾ അദ്ദേഹം അതിന് അർഹതപ്പെട്ട ആളാണെങ്കിൽ കൊടുക്കണം. ഒരു വെള്ളിയാഴ്ച പിരിവ് പറഞ്ഞു, പിറ്റത്തെ വെള്ളിയാഴ്ച വീണ്ടും പിരിവ് വേറെ ആളുകൾ എന്താ പറയാ, ഇതല്ലാത്തൊരു പണിയില്ല പറയരുത്. അങ്ങനെ പറയൂ. ആർക്കാ സഹോദരൻ നാനുള്ള ആൾക്ക് വീണ്ടും വീണ്ടും പിരിക്കാൻ പോകാൻ പോലും തങ്ങളുടെ മുന്നിൽ കൈ കാണിക്കാൻ ഇത് ഗത്യന്തരല്ലേറ്റാണ്. അതേ സ്ഥാനത്ത് നമ്മളാക്കാൻ കഴിയൂല. അത് നമ്മൾ എന്ത് കരുതണം? അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ആഴ്ച കൈയില്ലാത്ത ഒരാളെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഇന്നിപ്പോ ഈ ആഴ്ച ഒരു പെൺകുട്ടിന്റെ കല്യാണത്തിന് പാവപ്പെട്ട ആളെ സഹായിക്കണം. അൽഹംദുലില്ലാഹ് ഒരു അവസരം കിട്ടില്ല. അങ്ങനെ കരുതണം. വെള്ളക്കാക്കച്ചിന്റെ പോലെ കരുതണം മനസ്സിൽ കരുതുന്നു. ചിലർ ഒന്നും പോക്കറ്റിലിടാതെ വരും. ഒന്നും എടുത്തിട്ടില്ല എന്നല്ല. ഈ വളവൊക്കെ റബ്ബിന് ചെയ്യരുത് സഹോദരൻ. കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്യണം, സഹായിക്കണം. പൊതുവേ മനുഷ്യൻ നേരെതിരാ അവസരം കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യണം, മുതലാക്കണം. നമ്മൾ ഒരു പിശുക്കുണ്ടാകരുത് എന്നുള്ളതാണ് ആ വിഷയം. മനസ്സിന്റെ ആക്രാന്തത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവരാണ് സഹോദര, അവരാണ് വിജയികൾ. നേരെ മറിച്ചാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പരാജയികളാണ്. സ്വഹാബത്തിന്റെ അവസ്ഥയ്ക്ക് അവർ അതീവ ദയാലുക്കളായിരുന്നു. രോഗിയെ സന്ദർശിക്കാൻ ചില ആളുകൾ പോവില്ല. എന്താ കാരണം? കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പൊ പോയാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. എന്നാ രോഗിയായി കിടക്കുന്ന ആൾ അത്യാവശ്യം ഉള്ള ആളാണ്. എന്നാ അവിടെ തന്നെ കൂടുക. ആശുപത്രിയിൽ സന്ദർശിക്കുന്നത് വരെ ആളുകൾ നോക്കിയിട്ടാണ്. ദയവാണ് സഹോദര, പരസ്പരമല്ലാത്ത ദയവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, അദ്ദേഹത്തിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും നിവേദനം ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി വജബ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതാണ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം ഉണ്ടാവും. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹു അവന്റെ റസൂല് മറ്റു സകലത്തിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ളതാവുക. അങ്ങനെ വേണം. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാകണം ഒരാൾക്ക് ലോകത്തുള്ള മറ്റു എല്ലാ വസ്തുക്കളെക്കാളും സ്നേഹം, ആത്മാർത്ഥമായി. എങ്കിൽ ഈമാന്റെ മാധുര്യം ആസ്വദിക്കും. രണ്ടാമത്തേത് അള്ളാന്റെ തിരുദൂതർ പറയുന്നത്, ഒരാളെ സത്യനിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം വീണ്ടും ആ സത്യനിഷേധത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകൽ, നരകത്തിലേക്ക് ഇടുന്നതിനെ എത്ര പേടിക്കുന്നുണ്ട്, എത്ര വെറുക്കുന്നുണ്ട്, അതുപോലെ വെറുക്കും അവന്. കുഫ്റിലേക്ക് മടങ്ങുക എന്നുള്ളത് ഈമാൻ നഷ്ടപ്പെടില്ല, അല്ലാതെ വെറുക്കും. എന്നാ അവന് ഈമാനിന്റെ മാതൃക. അതാണ് അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് എന്താണ്? അതാണ് സഹോദര മൂന്നാമത്തെ. രണ്ടാമത്തേതായിട്ടാണ് നബി തങ്ങൾ അതിനുണ്ട്. ഒന്ന് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോട് റസൂലിനോട്. രണ്ടാമത്തെ നബി തങ്ങൾ പറഞ്ഞത് ഒരാളെ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചു മാത്രം. വേറെ ഓൻ്റെ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയല്ല. ആത്മാർത്ഥമായി ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ നോക്കൂ ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്നുണ്ട്. ഇത് മുഹാജിറുകളും അൻസാറുകളൊക്കെ ശരിക്കും കണക്കിലെടുത്തു. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസ് കാണാനെങ്കിൽ നിങ്ങൾ പറയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അല്ലാഹുവിന്റെ തിരുദൂതർ പറയാണ്, 7 വിഭാഗത്തിന് അർശിന്റെ തണലുണ്ട്.
സഹോദര, സൂര്യൻ 10-15 കോടി കിലോമീറ്റർ അകലെയായിട്ടും സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ നാളെ മഹ്ശറിലെ ചൂട് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് അല്ലാഹു അർശിന്റെ തണൽ 7 വിഭാഗത്തിന് നൽകും. അതിൽ ഒരു വിഭാഗത്തെ റസൂൽ പറഞ്ഞത് വറജുലാനി തഹാബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി. ആത്മാർത്ഥമായി 2 ആളുകൾ അന്യോന്യം സ്നേഹിച്ചു. അവര് കൂടുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അവർ തിരിയുന്നതും അല്ലാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അർശിന്റെ തണലുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും സ്വഹാബത്തിന്റെ ആ നിലപാട് സ്വീകരിക്കും. സഹോദര, ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ തിരുദൂതർ പറയാണെന്ന്, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു വിളിച്ചു പറയുന്നത്, ഐനൽ മുത്തഹാബ്ബൂന ബിജലാലി, എന്നെ ആദരിച്ചുകൊണ്ട് അന്യോന്യം സ്നേഹിച്ചവരവിടെ. അല്ല ചോദിക്കാണ് മഹ്ശറിൽ വെച്ച്, എന്റെ ജലാല് കൊണ്ട് എന്നെ ആദരിച്ചുകൊണ്ട് അന്യോന്യം സ്നേഹിച്ച ആളുകൾ അവിടെ. എന്നിട്ട് അല്ലാഹു പറയും, അത്രേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തണൽ വിരിച്ചു തരികയാണ്. എന്റെ തണലല്ലാതെ എന്റെ നാടില്ലാതെ, എന്റെ അർശിന്റെ തണലല്ലാതെ വേറെ തണലില്ല. ഇന്ന് ഞാൻ തണൽ വിരിച്ചു തരാം അന്യോന്യം സ്നേഹിച്ചവരവിടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസിൽ ഇമാം തുർമുദി റഹിമഹുല്ലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹു നാളെ മഹ്ശറിൽ വെച്ച് പറയുന്നത് അൽ മുത്തഹാബ്ബൂന ഫീ ജലാലി, അല്ലാഹു പറയാണ്, അൽ മുത്തഹാബ്ബൂന ഫീ ജലാലി ലഹും മനാബിറു മിൻ നൂർ യഗ്തിഹുമുൻ നബിയ്യൂന വശുഹദാ. അല്ലാഹു പറയാണ്, എന്നെ ആദരിച്ചുകൊണ്ട് അന്യോന്യം പരസ്പരം സ്നേഹിച്ച ആളുകൾ അല്ലാഹു പറയുന്നത് ലഹും മനാബിറു മിൻ നൂർ, അവർക്ക് പ്രകാശത്തിന്റെ ചില മിമ്പറുകളുണ്ട്, ചില പീഠങ്ങളുണ്ട്. അമ്പിയാക്കളും ശുഹദാക്കളും പോലും കൊതിച്ചു പോകുന്നതാണ്. യഗ്തിഹുമുൻ നബിയ്യൂന വശുഹദാ, രക്തസാക്ഷികളും അല്ലാഹുവിന്റെ പ്രവാചകന്മാരും കൊതിക്കുന്ന മിമ്പർ, ആ പ്രകാശത്തിന്റെ മിമ്പർ അതാർക്ക? അന്യോന്യം ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക്. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നത് നമ്മളെപ്പോഴും മുഅ്മിനീങ്ങൾ അന്യോന്യം വളരെയധികം സ്നേഹം വേണമെന്ന് പറയും. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലും ഇന്ന് പരസ്പരം സഹായിക്കാത്ത കാലമാണ്. ചിന്തിച്ചു നോക്കൂ. ഉണ്ടാവരുത്. എപ്പോഴും നല്ല സഹായ സഹകരണങ്ങൾ വേണം. അപ്പോഴല്ലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. അപ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം. ഒരാട്ടിലൊരു കാലങ്ങൾ എല്ലാവർക്കും ഒരുപോലെയുള്ള, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ എല്ലാവർക്കും ഒരുപോലെ വരുമാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നല്ല വരുമാനമുള്ള ആള് വരുമാനമില്ലാത്ത സഹോദരങ്ങളെ സഹായിക്കണം. പെരുന്നാൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ സഹോദര മറ്റുള്ളവരെയും പരിഗണിക്കണം. തൊട്ട് അയൽപക്കത്ത് യതീമുകളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. തൊട്ട് അയൽപ്പക്കത്ത് വരുന്ന കഴിയില്ലാത്ത ദരിദ്രരുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം. നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്ന ആളുകളെ തേടി പിടിക്കണം. അത്രയും വേണം. പ്രോത്സാഹനം കാണിക്കണമെന്നാണ്, താല്പര്യം കാണിക്കണമെന്നാണ്. നരകത്തിലെ ഏറ്റവും ഭീകരമായ ഒരു ഏരിയയുണ്ട് സക്കർ. ആ സക്കറിൽ കടന്ന ആളുകളോട് സ്വർഗാവകാശികൾ ചോദിക്കും, എന്തേ ഈ നരകത്തിലെത്തിയതും? എന്താ ഒരു മറുപടി പറയാം? നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുത്തിരുന്നില്ല. ഞങ്ങൾ നിസ്കരിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത്. ഞങ്ങൾ പാവങ്ങൾക്ക് അന്നം കൊടുത്തില്ല. അതിന്റെ വ്യാഖ്യാനത്തിൽ ആഹാരം മാത്രമല്ല, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, പാർപ്പിനാണെങ്കിൽ പാർപ്പിടാം, വിദ്യാഭ്യാസത്തിന്റെ ചെലവാണെങ്കിൽ അത് ഏതാ വേണ്ട കൊടുക്കുക. ഇഷ്ടംപോലെ അരി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിമം തന്നെ പോകണമെന്നില്ല. ഏതാ വേണ്ടത്? താല്പര്യമെങ്കിലും ആ വിഷയത്തിൽ നമുക്ക് വേണം. എത്രയോ ആളുകൾ ഓരോ മഹലിലും അങ്ങനെ ഉണ്ടല്ലോ താല്പര്യമുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നോക്കൂ, ഒരുപാട് ആളുകൾക്ക് ആശ്വാസം. എന്റെ നാട്ടിലുണ്ട് അൽഹംദുലില്ലാഹ്, നമുക്ക് മുട്ടുവർക്കാതെ പറയാം. എന്റെ നാട്ടിൽ ആര് പ്രയാസപ്പെട്ടാലും എന്റെ നാട്ടിലെ വടക്കമുറിയിലെ ഖുർആൻ ക്ലാസിന്റെ കീഴിൽ അൽഹംദുലില്ലാഹ് ഓരോ ക്ലാസ്സിലും 10,000 ആളുകൾ ആ വിഷയത്തിൽ നമ്മളെ ഏൽപ്പിക്കാം. എത്ര തിരക്കുണ്ടെങ്കിലും അത് എന്റെ നാട്ടിലെ ഒരു 800ഓളം വീടുകളാണ്.
നമ്മൾ സ്ഥിരമായിട്ട് വിധവകൾക്കും അതുപോലെ തന്നെ അഗതികൾക്കും അനാഥകൾക്കും അതുപോലെ തന്നെ ഒരു സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കേണ്ട രോഗികൾക്കും നമ്മൾ സ്ഥിരമായിട്ട് ഓരോ മാസം എത്തിച്ചു കൊടുക്കുന്നു. വീടുകളിലൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോകും. അതുകൊണ്ട് കൂലി കളയാൻ വേണ്ടി പറയല്ല, നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ നമുക്ക് റാഹത്താണ്. കഴിഞ്ഞ ആഴ്ച അങ്ങനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ആലോചിക്കണം 20ഓളം വിധവകളുണ്ട്, അതായത് യതീംകുട്ടിയാണ്. ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ സ്വന്തം പിതാക്കളുടെ അരികിലേക്ക് വരുന്നത് പോലെയാണ് ഈ കുട്ടികൾ ഓടി വരുന്നത്. ഞങ്ങൾ ആലോചിക്കും നമ്മൾ എഴുന്നേറ്റെടുക്കേണ്ട അതുകൊണ്ടാണ്. അതില്ലോ വലിയ ദ്വാരസമയമൊന്നും വേണമെന്നില്ല. ആ കുട്ടികൾ നമ്മളെടുത്ത് ഓടി വരും. കാരണം നമ്മളെടുത്ത് കവറുണ്ടാവും, നമുക്ക് കൊടുക്കാൻ. നമ്മൾ ചെല്ലുന്നത് അവർക്ക് കൊടുക്കാനാണ് എന്ന് അവർക്കറിയാം. അവരുടെ ആശ്വാസത്തിലാണ്. നമുക്കിന്ന് ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു നമ്മളത് ഒതുക്കി നിർത്തണം. കുട്ടികൾക്കല്ല അവർ നിഷ്കളങ്കരാണ്. നമുക്ക് തന്നെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ഒരു സന്തോഷം. ഈ ഒരു വർഷത്തിനിടയിൽ 7 ലക്ഷത്തിലോ അധികം റുപ്യാണ് ഇങ്ങനെ ഓരോ കൊല്ലം കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ് ഓരോ ഖുർആൻ ക്ലാസ്സിലും ആളുകൾ അതിനു വേണ്ടി ഏൽപ്പിക്കും. ഇപ്പൊ അൽഹംദുലില്ലാഹ് കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ എത്തിച്ചേരും. എത്ര ആളുകൾക്ക് ആശ്വാസം. യഥാർത്ഥത്തിൽ അവരുടെ ആശ്വാസത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട്. അത് മതി, എനിക്ക് സഹായിച്ചു ഓരോ ഉറപ്പായിട്ട് നൽകി വിജയിക്കാം. ഒരു പെരുന്നാളിന്റെ തത്വമുണ്ട്, കൊന്നു കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഇനി റമദാനത്തെ നല്ലൊരു കൊടുക്കൽ കൊടുക്കും. കുഴപ്പമില്ല, നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ചാനലാരെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല, ചെയ്യാറില്ല. ഒരു വിധവയുടെ വീട്ടിൽ ഭർത്താവ് മരിച്ചൊരു വീട്ടിൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വീട്ടിന്റെ അകത്ത് നിന്ന് ആ പെണ്ണ് ചോദിക്കാൻ, ഈ പൈസ എനിക്കൊരു മാക്സി വാങ്ങാൻ പറ്റുമോ? അപ്പൊ ഇതാ ചെറിയ പിന്നെ യതീം കുട്ടികൾക്ക് മാത്രമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ വിഷമങ്ങൾ നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു വരുന്നത് സഹാബത്ത് ഈ വിഷയത്തിൽ വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അവരെ പറ്റി എന്ത് പറഞ്ഞത്, അവര് സ്വന്തം ആവശ്യമുണ്ടെങ്കിലും അവർ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ്. നമ്മൾ ഓടിയ ചായത്തിൽ തന്നെ അവസാനം പറയുന്നത് നോക്കൂ, അവരവരുടെ സ്വന്തത്തെക്കാൾ അവരെ തെരഞ്ഞെടുത്തു. അവർക്ക് ആവശ്യമുണ്ടെങ്കിലും അവർക്ക് നല്ല ആവശ്യം എന്നിട്ടും പാർപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, സ്വന്തം ആവശ്യം ഉണ്ടായിട്ടും കൊടുക്കുന്ന അലി റളിയല്ലാഹു വലിയ മാതൃക. അൽ ഇൻസാൻ സൂറയിൽ 18 വചനങ്ങൾ അദ്ദേഹത്തിന്റെ ആ ദാനശീലം കാരണം അല്ലാഹു തആല അവരെ മാത്രമല്ലല്ലോ, അലി റളിയല്ലാഹു അൻഹു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് പ്രചോദനം നൽകുകയാണ് റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. നാളെ സ്വർഗ്ഗത്തിലോട്ട് നേതൃത്വം കൊടുക്കുന്ന 2 ചെറുപ്പക്കാർ കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരിലൊക്കെ യഥാർത്ഥത്തിൽ അത് നമുക്ക് കാണാൻ. നോക്കൂ, അവർ ഒരു കൂട്ടർക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് അസൂയ ഉണ്ടായില്ല. കാരണം അതൊക്കെ അങ്ങനെ കൊടുക്കാൻ പറയാൻ കാരണം നമ്മളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് ചിന്തിക്കാൻ വേണ്ടിയാണ്. കാരണം മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു സംഗതിയാണ് അസൂയ. അത് കാരണത്താൽ മനുഷ്യന്റെ അമലുകളൊക്കെ വെറുതെ ആയിപ്പോ. ഇവിടെ പ്രത്യേകം അല്ലാഹു പറഞ്ഞു, ഹാജ എന്നാണ് ഹസബിന് അല്ലാഹു ഉപയോഗിച്ചത്. ഖുർആൻ പറഞ്ഞില്ലേ, നിസാ സൂറത്തിൽ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أم يحسبون الناس على ما آتاهم الله من فضل. അള്ളാഹു പറയാൻ, അള്ളാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിന്റെ പേരിൽ അവർ അസൂയ വെക്കുകയാണോ? ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ്. ഒരിക്കൽ സ്വഹാബത്തിന്റെ നല്ലൊരു മാതൃക അള്ളാഹു പറയാൻ, അവരിൽ അസൂയയില്ലായിരുന്നു. അസൂയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് ചെറിയ തോതിലെങ്കിലും ഉണ്ടായാൽ പ്രശ്നമാണ് സഹോദര. റസൂല് പറഞ്ഞു, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂൽ പറഞ്ഞതായിട്ട്, ഇയ്യാകും വൽ ഹസദ്, അസൂയയെ സൂക്ഷിക്കണേ. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറു ഹതബ. വിറകിനെ തിന്നുന്നത് പോലെ സുഹൃത്തുക്കളെ അസൂയ തിന്നുകളയും. അടുപ്പിൽ വിറകിനെ വെച്ചു കൊടുത്താൽ തീ അങ്ങനെ കത്തിയ വിറകങ്ങനെ ഇല്ലാതാവും. എങ്ങനെ പോലെ അസൂയ അല്പുണ്ടെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ ഉണ്ടാവും. വെറുതെ അസൂയ സകല പ്രശ്നത്തിന്റെ അടിസ്ഥാനം അതാണ്.
അസൂയ. പാരകളൊക്കെ വരാനുള്ള കാരണങ്ങളാണ് അസൂയ. മറ്റൊരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷിക്കണം, മറ്റൊരാൾക്ക് ഒരു ദുരന്തം വരുമ്പോൾ സങ്കടപ്പെടാണ് വേണം. അപ്പോഴേ ഇവന് ഉയർച്ച കൊടുക്കണം. നേരെ മറിച്ച് ഒരാൾക്ക് വന്ന അനുഗ്രഹത്തിൽ അതിൽ ദുഃഖമുണ്ടായി ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സന്തോഷിച്ചാൽ ഇവന് 10 മടങ്ങ് അള്ള കൊടുക്കുന്ന, ഇവനള്ള താഴ്ത്തുമെന്നാണ് റസൂൽ പറഞ്ഞില്ലേ, വലാ തജസ്സസു വലാ തനാഫസു വലാ തഹാസദു വലാ തബാഗദു വലാ തദാബറു. പ്രധാനമായ വചനത്തിൽ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ചാരവൃത്തി നടത്തരുത്, നിങ്ങൾ ഒരിക്കലും അന്യോന്യം കിടമത്സരം നടത്തരുത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, വലാ തഹാസദു, നിങ്ങൾ ഒരിക്കലും അസൂയ വെക്കരുത്, വലാ തബാഗദു, നിങ്ങൾ അന്യോന്യം പകവെച്ച് നടക്കരുത്, വലാ തദാബറു, നിങ്ങൾ അന്യോന്യം അവഗണിക്കാൻ പാടില്ല. പിന്നെയോ വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളും സഹോദരങ്ങളുമാകണം. വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയത് കൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറയും. അവസാനം അള്ളാഹു പറയുന്നത്, മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ. ശുഹ് എന്ന് പറഞ്ഞാൽ വെറും ബുഖ്ലല്ല, ലുബ്ധതല്ല. ശുഹ് എന്ന് പറഞ്ഞാല് നോക്കൂ, ശുഹ് എന്ന് പറഞ്ഞാല് തന്റെ കൈവശമുള്ളത് ചെലവാക്കാൻ തോന്നൂല്ല, മറ്റൊരാളെ കൈവശമുള്ളത് തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഇതാണ് ശുഹ്. എന്ത് കണ്ടാലും അതിന് കിട്ടിയെങ്കിൽ ആഗ്രഹിക്കും. നമ്മളെടുത്തുള്ള ഒന്നും അറിഞ്ഞൂല, വേറെ എന്ത് കണ്ടാലും അതൊക്കെ എനിക്ക് കിട്ടണം. ഒരു തോട്ടം കാണുമ്പോൾ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഒരു വാഹനം കാണുമ്പോൾ അങ്ങനത്തെ ഒരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ഇവനൊന്നും ചെലവാക്കില്ല. സ്വഹാബത്ത് അങ്ങനെയല്ല. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വലിയ മടിയായി. ഇപ്പൊ വെള്ളിയാഴ്ചത്തെ ബക്കറ്റ് ഇങ്ങനെ വരും പള്ളിയിൽ, എന്തോ ഒരു മടി ആളുകൾ. ചില ആൾക്കാർ ആ ബക്കറ്റ് വരുമ്പോൾ അറിഞ്ഞിരിക്കും. എന്താ ചില ആളുകൾ ഏറ്റവും ചെറുത് തപ്പിടാൻ പള്ളിന്റെ പരിപാലനത്തിലുള്ളതാണ്. വെള്ളിയാഴ്ച നല്ല ദിവസം പള്ളിയിൽ വെച്ച് ഒരു 100 തയ്ക്കണം തോന്നൂല. അപ്പൊ 10 തുടങ്ങാൻ 5 തപ്പും. 5 കിട്ടിയ കോയിൻസ് ഉണ്ടോ നോക്കും. അറങ്ങാനും കിട്ടിയ ലോട്ടറി അടിച്ചമാർക്കായിരിക്കും സന്തോഷം. അയക്കണറിയാൻ ബക്കറ്റിൽ പേര് കയറി വരും. പൊളിയുന്ന രൂപം. ഈ കുടുങ്ങിയിട്ട് 10 രൂപ വെട്ടാല് ഭയങ്കര സങ്കടക്കാരൻ തീരുമാനിക്കും അടുത്ത ആഴ്ച ഇടാനാവൂല. അങ്ങനെ നോക്കുന്നുണ്ട്. ഒരു കാല് വെച്ച് കുത്തി അതിന്റെ പേര് ചിലപ്പോൾ എത്ര പൈസ ചെലവാകാറിയോ. ഒരു മുറിയായിട്ട് മാസങ്ങളോളം ചിലപ്പോൾ ഷുഗർ കാരണം ആശുപത്രി കിടക്കേണ്ട അവസ്ഥ. ഇതൊക്കെ തട്ടി ഇല്ലാതായി നീങ്ങി പോയത് ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ മനുഷ്യന് തോന്നൂല. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നൂല. യഥാർത്ഥത്തിൽ മനസ്സിന്റെ ആക്രാന്തമാണ്. അതുപോലെ ഈ പള്ളിന്റെ മദ്രസിന്റെ ഒക്കെ വരിസംഖ്യ കൊടുക്കാൻ എന്തൊരു മടിയാണ് ആളുകൾക്ക്. കൊല്ലുന്നതിന് ഈ വരിസംഖ്യ തിരിക്കാൻ വേണ്ടി പള്ളിന്റെ സെക്രട്ടറി പിന്നെ വാതിൽ കത്തിഞ്ഞിരിക്കുന്നെങ്കിൽ ചെരുപ്പ് നേരത്തെ ഇപ്പുറത്ത് കൊടുന്നു ചാടി കടന്നു പോകുന്ന കൊണ്ട് സെക്രട്ടറി ഇവന്റെ ചങ്ക് പിടിച്ച് നിൽക്കാൻ തോന്നി പോകും. ഇങ്ങനെ ഉണ്ടാകും. അവസാനം വന്ന് ആർക്കും ഉപകാരപ്പെടില്ല. അയാൾക്ക് തീരെ ഉപകാരപ്പെടും. ആരാപ്പ കബറിക്കൊണ്ടുപോകാൻ ബാധ്യത വീട്ടിൽ കൂടെ ആ ഉള്ളത് കിട്ടും. ചില ആളുകൾ ചിലര് ചെലവാക്കാൻ തയ്യാറാണ്, മക്കള് സമ്മതിക്കൂല. ചിലര് മക്കള് ചെലവാക്കാൻ തയ്യാറാണ്, വാപ്പാര് സമ്മതിക്കൂല. വയസ്സാകുന്തോറും ആക്രാന്തം കൂടും. ഇതൊക്കെ നമുക്ക് കാണാൻ പലതും. നമ്മളങ്ങനെ ആകരുത്. ആവശ്യത്തിന് എന്ത് ചെയ്യണം? എന്നാൽ ദൂർത്ത് പാടില്ല. അനാവശ്യമായിട്ട് മുതൽ ചെലവാക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ദൂർത്തടിക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ തിരുദൂതർ വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞ കാര്യമാണ്. ഉണ്ടെന്ന് കരുതിയിട്ട് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെലവാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്ത് മുതൽ അനാവശ്യമായിട്ട് പാഴാക്കി കളയുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, 3 കാര്യങ്ങളെ അള്ളാഹു നമുക്ക് വെറുത്തിട്ടുണ്ട്. സ്വഹാബത്ത് സസ്പെൻസിലായി ഏതാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ടത്. ഒന്നെന്താ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കൽ, അത് അള്ളാഹ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് ശിർക്ക് വെക്കാതിരിക്കാൻ, അത് അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. ഭിന്നിക്കാതെ, നിങ്ങൾ ഭിന്നിച്ച് ചിന്ന ഭിന്നമാകാതെ അള്ളാഹിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കുക, അതും അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ്. ഈ വെറുപ്പുള്ളതെന്താ,
കണ്ടതും കേട്ടതും ഇങ്ങനെ പറയാ എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്നു. അവിടെ കേട്ടു, ഇവിടെ കേട്ടു, അത് കേട്ടു, ഇത് കേട്ടു എന്നൊരു അടിസ്ഥാനമില്ലാതെ അത് വരുത്തിയിരിക്കുന്നു. ചോദ്യത്തെ അധികരിപ്പിക്കും, വേണ്ടതും വേണ്ടാത്തതൊക്കെ ചോദിക്കാം, അത് വരുത്തിയിരിക്കുന്നു. സമ്പത്തിനെ പാഴാക്കികളെ ദൂർത്തടിക്കാൻ ആവശ്യമായിട്ട് അത് അല്ലാഹുവിന്റെ വരുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ചെലവാക്കുക. ഒന്നും കളയാം. കണ്ണിയത്ത് ഉസ്താദ് ഒരിക്കൽ 50 പൈസ 50ന്റെ ഒരു കോയിൻസ് ഹൗദിൽ വീണപ്പോൾ സാഹസപ്പെട്ട് എടുക്കുകയായിരുന്നു, കിട്ടുന്നില്ല. അവർ ചെറുപ്പക്കാരൻ വന്നിട്ട് എടുത്തെടുത്തു. നമ്മൾ കരുതും കണ്ണിയത്ത് ഉസ്താദ് ഒരു പിഷ്കനായതുകൊണ്ടാണ് ഹൗദിൽ ചാടി 50 പൈസ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അല്ല, ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടേ എടുപ്പിച്ചു. അതിൽ കണ്ണിയത്ത് ഉസ്താദ് അൽഹംദുലില്ലാഹ് ഇതെനിക്ക് എടുത്തു വന്നു, എന്റെ ഒരു അനുഗ്രഹം. കാരണം ഇത് 50 പൈസയാണ്, ഇതിനെ അവഗണിക്കാൻ പാടില്ല, പഠിച്ചാൽ ശിക്ഷിച്ചു. ഇത് നല്ലൊരു ഉപകാരമാണ്. 2 രൂപയുടെ കോയിൻസ് ആണ് കൊടുത്തു. അത് പിഷ്കല്ലാന്ന് മനസ്സിലായില്ല, 1 രൂപ നഷ്ടമുള്ളത്. എന്നിട്ട് ഞങ്ങള് മടവൂര് സിയാറത്തിന് വഹിക്കാൻ കുളത്തിന്റെ പൈസ അവിടെ എഴുതി വെച്ച് ഇടരുത്. ആരോ ഒരാൾ ഒന്നുണ്ടാക്കിയപ്പോൾ വൈകുന്നേരം പിന്നെ ഇടല് സുന്നത്താണെന്ന് എഴുതിയാണ് പല ആൾക്കാരും. ബസ്സിൽ കച്ചറ ഉണ്ടാക്കും, ചില്ലറ കൊടുക്കാം, എന്നിട്ട് ആ ചില്ലറ ഉണ്ടായിട്ട് അവിടെ ആളുകൾക്കുണ്ടല്ലോ. താഴാക്കാൻ പാടില്ല, ഇഷ്ടപ്പെടുത്താൻ പാടില്ല, അതൊരു ഉപകാരം ഇല്ലാതെ കിടക്കല്ല. ഏതായിരുന്നാലും സഹോദര, അത് അങ്ങനെ നമ്മൾ ഒരു 50 പൈസ കൊഴിഞ്ഞാടിയത് എടുക്കാന്ന് പറഞ്ഞാൽ അത് പിഷ്കല്ല. ഇപ്പൊ കോടികൾ ആസ്തിയുള്ള ആളാണ്, ഒരു രൂപയുടെ ഒരു കോയിൻസ് നടക്കുമ്പോൾ ചിലപ്പോൾ അയാളെ കാർഡ് തെറ്റാൻ ഒഴിവാക്കി. പാടുണ്ടോ? ഇല്ല. ഖേദിക്കുന്നൊരവസ്ഥ വരും. ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ആ ശ്രദ്ധ എന്തല്ല പിശുക്കിന്റെ അടയാളല്ല, അത് വേറെ. എന്തായിരുന്നാലും മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാകുന്ന വിജയികൾ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി അത് സംബന്ധമായിട്ട് സുപ്രധാനമായ ഒരായത്ത് കൂടി ഇൻഷാ അല്ലാഹ്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അസുഖം സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാണ് ഒരു സഹോദരൻ 100 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു അസുഖങ്ങൾ ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ആഫിയത്ത് നന്നാവാൻ പ്രത്യേകം ദ്വാരക്കാനാണെന്ന് ചായക്ക് ചെലവ് ചെയ്തിട്ടുള്ളത് അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള മരണം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. فاعلم أنه لا إله إلا الله 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 لا إله إلا الله